ഹേ ഓൾ, സോ നമ്മൾ നോക്കാൻ പോകുന്ന ഇന്ന് ഇൻട്രഡക്ഷൻ ടു ഹ്യൂമൻ ബോഡി ആണ്. നമ്മുടെ അനാട്ടമി ഫിസിയോളജിയിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ ഫുൾ ക്ലാസ് ഉണ്ടായിരിക്കും. നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1 hour അല്ലെങ്കിൽ ഒരു 1.5 hours കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ് സ്റ്റാർട്ട് ഇൻട്രഡക്ഷൻ ടു ഹ്യൂമൻ ബോഡി. ഇറ്റ്സ് എ ബിഗ് ബ്രോ. സോ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കത് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട് നമുക്ക് നോക്കാം. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ കോഴ്സ് കണ്ടന്റ്, അതായത് കോഴ്സ് കണ്ടന്റ് എന്താ, സിലബസ് ആണല്ലേ, നമ്മൾ പഠിക്കുന്ന സിലബസ് തന്നെയാണ്. എന്തോ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കുന്ന ഈ ചാപ്റ്റർ പഠിക്കുന്നത്. സോ ഇൻട്രഡക്ഷൻ ടു ഹ്യൂമൻ ബോഡി എന്താണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി പഠിക്കുന്നുണ്ടാകും. ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് അനാട്ടമി ആൻഡ് ഫിസിയോളജി, ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആൻഡ് ബോഡി സിസ്റ്റം, ബേസിക് ലൈഫ് പ്രോസസ്, ഹോമിയോസ്റ്റാസിസ് ആൻഡ് ബേസിക് അനാട്ടമിക്കൽ ടെർമിനോളജി ആണ്. സോ അനാട്ടമി ഫിസിയോളജി എന്തിനു പഠിക്കുന്നു? ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഫാർമസിയിൽ മാത്രമുള്ള ഒരു സാധനമല്ല ഇത്. MBBSകാർക്കും നഴ്സിംഗുകാർക്കും എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ് ഈ ഹ്യൂമൻ അനാട്ടമി ഫിസിയോളജി. പക്ഷെ കുറച്ചും കൂടെ വ്യക്തമായി പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിപ്പോർട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കിനി അങ്ങോട്ടേക്ക് ഭാവിയിൽ പല ഓർഗൻ സിസ്റ്റത്തിനെ പറ്റി പഠിക്കുമ്പോഴും അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്നുള്ളതാണ്. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഈ നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ അലിസൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അവൈലബിൾ ആയിരിക്കും. ഗ്രൂപ്പിനകത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. അത് മാത്രമല്ല ഈ ക്ലാസ്സിന്റെ കൂടെ നിങ്ങൾ ലെക്ചർ നോട്ടും കൂടെ എഴുതി പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സോ ഈസി ഫോർ യു. ചുമ്മാ വെറുതെ ക്ലാസ് കേൾക്കാതെ യു വിൽ ബി ഗെറ്റിംഗ് സം ക്ലിയർ ഐഡിയ അബൌട്ട് വാട്ട് ഐ എം ടീച്ചിങ് യു എന്നുള്ളത് നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് അനാട്ടമി. അനാറ്റമി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അനാട്ടമി എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഫിസിയോളജിയും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അനാട്ടമി എന്താണ്, ഫിസിയോളജി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ക്ലിയർ ആയിട്ട് ഐഡിയ പറഞ്ഞു തരാം. ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതൊരു കിഡ്നി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, കിഡ്നി ആണെന്ന് വിചാരിക്കുക. സോ കിഡ്നി എന്ന് പറയുന്നത് ബീൻ ഷേപ്പ് ആണ്, അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. സോ കിഡ്നി എന്ന് പറയുന്നത് ഒരു ബീൻ ഷേപ്പ് ആണ്. സോ ഇത് നമ്മൾ എന്താ പറയുന്നത്, അതിന്റെ സ്ട്രക്ചറാണ് പറയുന്നത് അല്ലെ. അതിന്റെ സ്ട്രക്ചറിനെ പറ്റി നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി സ്ട്രക്ചർ ആയിരിക്കും പറയുക, ഒരു ഓർഗൻ എങ്ങനെയായിരിക്കുക അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഉണ്ടാവുക. ഇപ്പൊ എക്സാമ്പിൾ തന്നെ പറയുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗൻസ് എക്സാമ്പിൾ പറയാം, ആൻഡ് ടിഷ്യൂസ് നമുക്ക് എക്സാമ്പിൾ പറയാം, ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സിസ്റ്റംസ്, അതായത് നമ്മുടെ ഈ ഓർഗൻ സിസ്റ്റത്തിന് നമുക്ക് എക്സാമ്പിൾ പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ ഫിസിയോളജി എന്താണ്? ബേസിക്കലി ഫിസിയോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷനെ പറ്റി പറയുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ കിഡ്നിയുടെ യൂസ് എന്താണ് നമുക്കറിയാം. എന്താണ് യൂസ്? എക്സ്ക്രീഷൻ ആണല്ലേ യൂസ്, എക്സ്ക്രീഷൻ ആണ്. അപ്പൊ എക്സ്ക്രീഷൻ ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം വൺസ് എക്സ്ക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പം ആ ഒരു ഫംഗ്ഷനെ പറ്റി ഞാൻ പറയുവാണ് ചെയ്യുക. അപ്പം ഫംഗ്ഷൻസ് മാത്രമല്ല അതിന്റെ കൂടെ മെക്കാനിസവും പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, മെക്കാനിസം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം സിമ്പിൾ ആണ്. അനാട്ടമി എന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി അനാട്ടമിയും ഫിസിയോളജിയും നമ്മുടെ ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജി തന്നെയാണ്. അതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യും എന്നുള്ളതാണ്. ഇനി നമുക്ക് പ്രോപ്പർ ഡെഫിനേഷനിലേക്ക് പോവാം. So, anatomy is the branch of biology science concerned with the structure of organism and their parts. It deal with the physical organization of the body, include organ, tissue and system. എളുപ്പമല്ലേ, ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒരു വ്യത്യാസം ഇല്ലല്ലോ. നെക്സ്റ്റ് വൺ ഈസ് ഫിസിയോളജി പറയുന്ന ബ്രാഞ്ച് ഓഫ് ബയോളജി that study the function and mechanism occurs with a living system. It explain how the various body part work and carry out the sustaining life activity. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഞാനൊരു കാറ് അല്ലെങ്കിൽ കാറിനകത്ത് എന്താണുള്ള എഞ്ചിൻ ഉണ്ട്. എഞ്ചിൻ എന്ന് വെച്ചാൽ ഒരു മേജർ പാർട്ട്, നമ്മുടെ ഹാർട്ട് പോലെ തന്നെ മേജർ പാർട്ടാണ്. അപ്പം എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി എന്താണ്, ഒരു വണ്ടി മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ലോക്കോമോഷന് വേണ്ടി സഹായിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ലോക്കോമോഷന് സഹായിക്കണമെങ്കിൽ എഞ്ചിനകത്ത് എന്തുണ്ട്, ഒരുപാട് ഗിയേഴ്സ് ഉണ്ട്. ഈ ഗിയേഴ്സ് എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ എഞ്ചിൻ മുന്നോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അല്ലെ. അപ്പം ഈ ഗിയേഴ്സിനെ അല്ലെങ്കിൽ ഗിയേഴ്സ് കറങ്ങുന്ന രീതി, മെക്കാനിസം എങ്ങനെയാണ്, അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് എന്ന് പറയുന്നത് അത് ഫിസിയോളജിയുമായിരിക്കും. അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയുന്നത് എന്തായിരിക്കും, അനാട്ടമി ആയിരിക്കും. എളുപ്പമല്ലേ, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അത് വലിയ ടഫായ സംഭവമൊന്നുമല്ല. ഇറ്റ്സ് വെരി 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 ഈസി. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് അനാട്ടമിയാണ് പറയാൻ പോകുന്നത്. എന്താ പറയാൻ പോകുന്നത്, സ്കോപ്പ്, സോറി അവിടെ ഞാൻ എഴുതിയപ്പോൾ ഒന്ന് മേലോട്ടായി പോയി. ഓക്കെ, സോ സ്കോപ്പ് ഓഫ് അനാറ്റമി.
സോ എല്ലാവരുടെയും ചോദ്യമാണ് ബേസിക്കലി എന്താണ് ഈ സ്കോപ്പ് ഓഫ് അനാട്ടമി, അല്ലെങ്കിൽ അനാട്ടമി കൊണ്ട് എന്താ ഉപയോഗം, ഈ പഠിക്കുന്നുണ്ട് എന്താ ഉപയോഗം നമ്മൾ അറിയണമല്ലോ. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നമ്മുടെ മെഡിക്കൽ സയൻസ്, അത് നഴ്സിംഗ് ആയിക്കോട്ടെ, ഫിസിയോതെറപ്പി ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, വാട്ട് എവർ എന്താണെങ്കിലും അതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അനാട്ടമി ഫിസിയോളജിയാണ്. നിങ്ങൾ ഏത് പാരാമെഡിക്സ് എടുത്തോ അവിടെ അനാട്ടമി ഫിസിയോളജി പഠിക്കുന്നുണ്ട്. ബിക്കോസ് ഹ്യൂമൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി എങ്ങനെയാണ്, ഹ്യൂമൻ ബോഡി എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്കോപ്പ് ഓഫ് അനാട്ടമിയും പഠിക്കാനുണ്ട്, സ്കോപ്പ് ഓഫ് ഫിസിയോളജിയും പഠിക്കാനുണ്ട്. സ്കോപ്പ് ഓഫ് ഫിസിയോളജിയും പഠിക്കാനുണ്ട്. ഓക്കെ, സോ സ്കോപ്പ് ഓഫ് അനാട്ടമിയിൽ നമുക്ക് കുറച്ചധികം ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 5 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. 5 ക്ലാസിഫിക്കേഷൻ കേട്ടോ. സോ 5 വരയ്ക്കാം. 1, 2, 3, 4 and the 5. The first one is macroscopic anatomy. Macroscopic കേട്ടോ, macroscopic. Macroscopic എന്ന് പറയാം, ഇല്ലെങ്കിൽ ഗ്രോസ് എന്നും പറയാം കേട്ടോ, ഏതെങ്കിലും ഒന്ന് പറയാം. സോ മാക്രോ ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തുണ്ടാവും, മൈക്രോസ്കോപ്പിക് ഉണ്ടാവും, മൈക്രോസ്കോപ്പിക്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നതാണ് ഡെവലപ്മെന്റൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്ലിനിക്കൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കമ്പാരിറ്റീവ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന മാക്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഗ്രോസ് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. മാക്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഗ്രോസ് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് എന്തോ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ജസ്റ്റ് ഒരു ക്ലിയർ ഐഡിയ ഞാൻ തരാം. ഓക്കെ, മാക്രോസ്കോപ്പിക് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആദ്യം മൈക്രോസ്കോപ്പിക് പറയാം. ഓക്കെ, മൈക്രോസ്കോപ്പിക് അതായത് മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സാധനം വളരെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്, നമുക്ക് നേക്കഡ് ഐസ് കൊണ്ടാണ് കാണാൻ പറ്റില്ല. അതാണ് ആക്ച്വൽ തിങ് കേട്ടോ. നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് പറ്റില്ല. അതാണ് ആക്ച്വലി നമുക്ക് പറയാൻ പറ്റുക. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മൈക്രോസ്കോപ്പിന്റെ അണ്ടർ, മൈക്രോസ്കോപ്പ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്രോസ്കോപ്പ് ഒക്കെ അറിയാം, അതിന്റെ ഒബ്ജക്റ്റീവും പീസും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാ ഇങ്ങനെയാ മൈക്രോസ്കോപ്പ് ഉണ്ടാവുക. എനിക്ക് അധികം പടമൊന്നും വരയ്ക്കാൻ വലിയൊരു ഐഡിയ ഇല്ല, ബട്ട് സ്റ്റിൽ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇങ്ങനെയാ മൈക്രോസ്കോപ്പ് ഉണ്ടാവുക. എല്ലാവർക്കും മൈക്രോസ്കോപ്പ് അറിയാം. അപ്പൊ നേക്കഡ് ഐസ് കൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പം മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ എന്താ പറയാ, ഹിസ്റ്റോളജി. ചില ആൾക്കാർ കണ്ടില്ലേ, നമുക്ക് ഹിസ്റ്റോപാത്തോളജിയിൽ പോകണം അല്ലെങ്കിൽ ഹിസ്റ്റോളജിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഹിസ്റ്റോളജി എന്താണ്, ടിഷ്യൂനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്താണ്, ടിഷ്യൂനെ പറ്റിയാണ് പഠിക്കുന്നത്. പിന്നെ ഉള്ളതാണ് സൈറ്റോളജി. എന്താണ് സൈറ്റോളജിയിൽ നമ്മൾ പഠിക്കുന്നത് സെല്ലിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുക. അപ്പം ഞാൻ ആദ്യം മൈക്രോസ്കോപ്പി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാക്രോസ്കോപ്പി, അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുന്ന എന്തൊക്കെയാണുള്ളത്, മസിൽസ് ഉണ്ട് അല്ലെ, മസിൽസ് ഉണ്ട്, പിന്നെ ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആണ്. വെസൽസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആണ്. പിന്നെ ഡെവലപ്മെന്റ് ഉണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അനാട്ടമിയിൽ ഡെവലപ്മെന്റ് എന്താ ഉദ്ദേശിക്കുക, ഒരു കുഞ്ഞായിരിക്കുമ്പം നമ്മളത് വളർന്ന് വലിയ ആളാവും, നമ്മുടെ ഓർഗൻസ് വളരുന്നു, ബോൺസ് ഫ്യൂസ് ആവും. ഇതെല്ലാം ഡെവലപ്മെന്റ് അനാട്ടമിക്കകത്ത് വരുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ കൂടുതലും പറയാന്ന് വെച്ചാൽ ഈ നമ്മൾ ഇപ്പൊ അഡൾട്ട്ഹുഡ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചറലി നമ്മൾ എന്ത് മാറ്റമാണ് വരിക, അല്ലെങ്കിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളിൽ ചേഞ്ചുകൾ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അഡൾട്ട്ഹുഡിൽ കൂടുതലായിട്ട് പഠിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ക്ലിനിക്കൽ ആണ് കേട്ടോ പറയുന്നത്. ക്ലിനിക്കൽ അനാട്ടമിയിൽ നമ്മൾ കൂടുതലായിട്ട് പറയുക സർജറി, പിന്നെ റേഡിയോളജി, പിന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക്സ്. ഇങ്ങനെയുള്ള ഫീൽഡിലൊക്കെ നമുക്ക് അനാട്ടമി ഉപയോഗിക്കുന്നത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ചില ഡോക്ടേഴ്സ് ഇപ്പൊ എല്ലാ സർജനും ചെയ്യണം നിർബന്ധമില്ല, അല്ലെങ്കിൽ എപ്പോഴും ചെയ്യണം നിർബന്ധമില്ല. ഇപ്പൊ ചില പോയിന്റിൽ വെച്ച് ചില സർജറി ചെയ്യാനായിട്ട് അവർ അനാട്ടമി ടെക്സ്റ്റ് ബുക്സും അല്ലെങ്കിൽ അനാട്ടമി ഒക്കെ ഒന്ന് റെഫർ ചെയ്യാറുണ്ട്. അത് നോർമലി ഉണ്ടാവാറാണ്. ഇനി കമ്പാരിറ്റീവ് ആണ്. കമ്പാരിറ്റീവ് ഉദ്ദേശിക്കുന്നത് നമ്മൾ 2 സ്പീഷീസിനെയൊക്കെ നമ്മൾ അനാട്ടമി നമ്മൾ നോക്കുകയാണ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മൈസ് പ്ലസ് ഹ്യൂമൻ, അത് രണ്ടിന്റെയും യൂട്രസ് ആണ് നോക്കുന്നത് വെച്ചോളൂ. യൂട്രസ്
അപ്പം നമ്മൾ ഒരുപാട് മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മൈസിന്റെയും ഹ്യൂമന്റെയും യൂട്രസിന് വെച്ച് പഠിക്കാറുണ്ട്. അതായത് മൈസിന്റെ അല്ലെങ്കിൽ ഫ്രോഗിന്റെ ഒക്കെ യൂട്രസിൽ നമ്മൾ ഹ്യൂമൻ ഡ്രഗ്സുകളൊക്കെ വെച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അത് നോർമൽ കോമൺ പ്രാക്ടീസ് ആണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കമ്പയർ പഠിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? മാക്രോസ്കോപ്പി പറഞ്ഞു, മൈക്രോസ്കോപ്പിക് പറഞ്ഞു, ഡെവലപ്മെന്റൽ പറഞ്ഞു, ക്ലിനിക്കൽ പറഞ്ഞു, ആൻഡ് കമ്പാരിറ്റീവ് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന സ്കോപ്പ് ഓഫ് ഫിസിയോളജി ആണ്. ഇവിടെ നമുക്ക് അധികം ഒന്നും പഠിക്കാനൊന്നുമില്ല. നമുക്ക് ഇതിനകത്തും ഒരു 5 എണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 1 2 3 4 5 ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ്, നിങ്ങൾക്ക് പേര് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, വിച്ച് ഈസ് സെൽ ഫിസിയോളജി. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സിസ്റ്റമിക് physiology, and the third one is pathophysiology. And next one is exercise physiology. And next one is, ഇവിടെ നമുക്ക് കമ്പാരിറ്റീവ് ഉണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്, അതിനോട് ഒന്നും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്, എൻവിറോൺമെന്റൽ പാത്തോഫിസിയോളജി കേട്ടോ. സോ ഇവിടെ നമ്മൾ സെൽ ഫിസിയോളജിയിൽ എന്താ പറയുന്നത്, പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എന്താണ് ഞാൻ പറയാൻ പോവാന്ന്. നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടി കാണും. എന്താ നമ്മൾ പറയാ, സെൽ ഫിസിയോളജി എന്താ പറയാ, അവിടെ നമ്മൾ സെല്ലിനെ പറ്റിയാ പറയാം. അപ്പൊ സെല്ലിന്റെ ഫങ്ഷൻ, പിന്നെ അതിന്റെ എനർജി പ്രൊഡക്ഷൻ, എനർജിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയാമല്ലോ, മൈറ്റോകോൺട്രിയ ആണ്. അല്ലെങ്കിൽ അതിന്റെ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ പറയുക കേട്ടോ. കമ്മ്യൂണിക്കേഷൻ, അതൊക്കെയാണ് നമ്മൾ അവിടെ പറയുക. ഇനി സിസ്റ്റമിക് ഫിസിയോളജി ആണെന്നുണ്ടെങ്കിലോ അവിടെ നമ്മൾ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, കുറച്ചധികം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കാർഡിയോ വാസ്കുലാർ ഫിസിയോളജി, റെസ്പിറേറ്ററി ഫിസിയോളജി, പിന്നെ അവിടെ നെർവസ് സിസ്റ്റത്തിന്റെ ഫിസിയോളജി, എൻഡോക്രൈൻ ഫിസിയോളജി, അങ്ങനെ വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഓർഗൻ സിസ്റ്റത്തിനെയാണ് പഠിക്കുന്നത്. ഇവിടെ എന്താ പഠിക്കുന്നത്? ഓർഗൻ സിസ്റ്റം കേട്ടോ, ഓർഗൻ സിസ്റ്റം. നെക്സ്റ്റ് വൺ ഇസ് പാത്തോഫിസിയോളജി ആണ്. അവിടെ നമ്മൾ പഠിക്കുക വെച്ചാൽ ഇപ്പോൾ ഒരു ഡിസീസ് കണ്ടീഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു ഇൽനെസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ് എന്താണ്, ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്നായിരിക്കും പഠിക്കേണ്ടാവുക. നെക്സ്റ്റ് വൺ ഈസ് എക്സസൈസ് ഫിസിയോളജി ആണ്. ഇവിടെ നമ്മൾ ഒരു വലിയൊരു എക്സസൈസ് അല്ലെങ്കിൽ നമ്മൾ അധികം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ബോഡി റെസ്പോൺസ് ആണ് നമ്മളിവിടെ കൂടുതലായിട്ട് നോക്കുന്നത്. ഇനി കമ്പാരിറ്റീവ് ആൻഡ് എൻവയോൺമെന്റിലാണ്. ഇവിടെ അറിയാമല്ലോ നമ്മൾ അഡാപ്റ്റേഷൻ ആണ്. ഒരു എൻവയോൺമെന്റിൽ നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുക. അപ്പൊ ഞാൻ സ്കോപ്പ് ഓഫ് ഫിസിയോളജിയിൽ സെൽ ഫിസിയോളജി, സിസ്റ്റമിക് ഫിസിയോളജി, പാത്തോഫിസിയോളജി, എക്സസൈസ് ഫിസിയോളജി ആൻഡ് കമ്പാരിറ്റീവ് ആൻഡ് എൻവയോൺമെന്റിലാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് അനാട്ടമിയുടെ ഫിസിയോളജിയുടെ സ്കോപ്പ്. വളരെ എളുപ്പമാണ്, അധികം ഒന്നും പഠിക്കാനില്ല. കാര്യം എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും പഠിക്കാൻ പറ്റുന്ന സംഭവമാണ്. സോ നമുക്ക് ഒന്ന് നോക്കാം. സ്കോപ്പ് ഓഫ് അനാട്ടമി പറയുന്നുണ്ട്. അനാട്ടമി ഒരു വാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. ഗ്രോസ് അനാട്ടമി ഞാൻ പറഞ്ഞു, മാക്രോസ്കോപ്പിക് ആണ്. വിസിബിൾ ഐ കൊണ്ട് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. മസിൽസ്, ഓർഗൻസ്, ബോൺസ് അത് വിസിബിൾ ഐ കൊണ്ട് കാണാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ തന്നെ നമുക്ക് ഒരു റീജിയൻ ആയിട്ട് പഠിക്കാനൊക്കെ പറ്റും. പിന്നെ മൈക്രോസ്കോപ്പി പറഞ്ഞു, മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ പറ്റുള്ളൂ. അവിടെ ഹിസ്റ്റോളജി ആൻഡ് സൈറ്റോളജി. ഡെവലപ്മെന്റ് അനാട്ടമി പറഞ്ഞു, അവിടെ സ്റ്റഡി ഓഫ് സ്ട്രക്ചറൽ ചേഞ്ച് ഫ്രം ദി കൺസെപ്ഷൻ ടു അഡൽട്ട്ഹുഡ് ആണ്. അവിടെയാണ് എംബ്രിയോളജി ഒക്കെ പഠിക്കുന്നത് കേട്ടോ. കൂടുതൽ എംബ്രിയോളജി ഒക്കെ വരുന്നത് അവിടെയാണ്. ആൻഡ് കമ്പാരിറ്റീവ് പറഞ്ഞു, ഡിഫറെന്റ് സ്പീഷീസിനെ കമ്പയർ ചെയ്യുന്നു. ക്ലിനിക്കൽ പറഞ്ഞു, അവിടെ നമ്മൾ സർജറി, റേഡിയോളജി, ഡയഗ്നോസ്റ്റിക്സ് പറഞ്ഞു. ഓക്കെ, ഇനി സ്കോപ്പ് ഓഫ് ഫിസിയോളജി ആണ്. ഇവിടെ ഞാൻ സെയിം തന്നെ പറയുവാണ്, സെൽ ഫിസിയോളജി. അവിടെ നമ്മൾ സെല്ലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ എനർജി പ്രൊഡക്ഷൻ എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് പഠിക്കുന്നത്. ഇത് വലിയ സംഭവമൊന്നും അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ.
മെറ്റാബോളിസം എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ്. മെറ്റാബോളിസം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സം ഓഫ് ദ കെമിക്കൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ്. ഇനി സിസ്റ്റമിക് ഫിസിയോളജി ഉണ്ട്. അവിടെ നമ്മൾ ഓർഗൻ സിസ്റ്റത്തിനെ പറ്റിയ പഠിക്കുന്നത്. അവിടെയാണ് നമ്മൾ കാർഡിയോവാസ്കുലർ, റെസ്പിറേറ്ററി, നെർവസ്, എൻഡോക്രൈൻ ഫിസിയോളജിനെ പറ്റിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. ഇനി പാത്തോഫിസിയോളജി ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഡിസീസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സും കാര്യങ്ങളുമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എക്സസൈസ് ഫിസിയോളജി ആണ്. നമ്മളെ ബോഡി റെസ്പോൺസ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. ആൻഡ് കമ്പാരിറ്റീവ് ആൻഡ് എൻവയോൺമെന്റ് ഫിസിയോളജി പറഞ്ഞു നമ്മൾ ഓരോ എൻവയോൺമെന്റിൽ എങ്ങനെയാണ് നമ്മൾ മാറിയും തിരിഞ്ഞും ഇരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലായിട്ട് നമ്മൾ പറയുന്നത്. സോ നമുക്ക് ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ. ഇത്രയും പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും അതിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ പറ്റും അല്ലെ. അനാട്ടമി ഫിസിയോളജിയുടെ ഇമ്പോർട്ടൻസ് എന്തായാലും നിങ്ങൾക്ക് പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. സോ ഞാൻ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്കൊന്ന് മെൻഷൻ ചെയ്തേക്കാം. ഫസ്റ്റ് വൺ എന്തായിരിക്കും? നമുക്കറിയാം ഇതൊരു ഫൗണ്ടേഷൻ ആണ് അല്ലെ. ഒരു ഫൗണ്ടേഷൻ ആണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തിന്റെ? മെഡിക്കൽ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ഫൗണ്ടേഷൻ ആണെന്നുള്ളതാണ്. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ഫങ്ഷൻ അല്ലെങ്കിൽ ബോഡീന്റെ ഫങ്ഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അത് നമുക്കറിയാം. പിന്നെന്താ ഉള്ളത്? ഡയഗ്നോസിസ് എങ്ങനെയാണ്, എങ്ങനെ ഡയഗ്നോസിസ് കൊടുക്കണം, ഏത് രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാനായിട്ട് പറ്റും അല്ലെ. പിന്നെ നമുക്ക് പറയുന്നത് ബയോമെഡിക്കൽ സയൻസിൽ നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ ബയോമെഡിക്കൽ സയൻസിൽ എന്ത് യൂസ് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ റേഡിയോളജി, മെഡിക്കൽ ഇമേജിങ്ങിലൊക്കെ ഒരുപാട് നമുക്ക് യൂസ് വരാറുണ്ട്. അതിന്റെ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. റിസർച്ചും ഡെവലപ്മെന്റിന്റെ കേസ് നമുക്ക് ഒരുപാട് യൂസ് വരാറുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് പറഞ്ഞു നമുക്ക് നഴ്സിംഗ് ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ MBBS, വാട്ട് എവർ ദ തിങ്, നമുക്ക് അവിടെ ഒരുപാട് യൂസുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് എളുപ്പമുള്ള കാര്യമാണ്, അത് വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ പറയുന്നുണ്ട്, ഫൗണ്ടേഷൻ പറയുന്നുണ്ട്, നോർമൽ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ്, ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് പറയാൻ പറ്റും, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, സർജിക്കൽ പ്രൊസീജിയർ എങ്ങനെയായിരിക്കണം, റിസർച്ച് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, ഫാർമസി, സ്പോർട്സ് സയൻസിലൊക്കെ ഒരുപാട് യൂസ്ഫുൾനെസ് വരുന്നുണ്ട്. കൺക്ലൂഷൻ പറയുവാണെങ്കിൽ നമുക്കറിയാം അനാട്ടമി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒഴിച്ചു കൂട്ടി മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല. നമുക്കിത് ഒരുപാട് യൂസ്ഫുൾ വരുന്നത്, നമ്മൾ ഒരു ഹ്യൂമൻ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾനെസ് വരും. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്കോപ്പ് പഠിച്ചു, അല്ലെങ്കിൽ അനാട്ടമി ഫിസിയോളജി എന്താണെന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്കോപ്പ് ഓഫ് അനാട്ടമി ഫിസിയോളജി നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ പഠിക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഡിഫൈൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഹൗ ആർ ദ ഇന്റർ റിലേറ്റഡ്? ഇത് നമുക്കറിയാം എന്താണ്. ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. സോ ഡിഫൈൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി, നമ്മളിവിടെ ഡെഫിനിഷൻ എഴുതണം. ഡെഫിനിഷൻ നമ്മൾ എഴുതണം, അതിന്റെ അത്യാവശ്യമുണ്ട്. സോ ഇവിടെയാണ് നമ്മൾ വാട്ട് ഡസ് ദ ബോഡി, അല്ലെങ്കിൽ ബോഡി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോഡിക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡെഫിനിഷൻ ഇൻക്ലൂഡിങ് ഫുൾ എഴുതണം. പിന്നെ ഹൗ ദിയർ ഇന്റർ റിലേറ്റഡ്, ഇത് 5 മാർക്കിന് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിരിക്കും മിക്കവാറും ചോദിക്കേണ്ടാവുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഓരോന്നായിട്ട് തന്നെ ഇവിടെ എഴുതി വെക്കാം കേട്ടോ. സോ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് എന്തൊക്കെയാണ്? ഡെഫിനിഷൻ എന്തായാലും ഡിഫൈൻ ചെയ്യണം, അതിന്റെ കൂടെ ഹൗ ദിയർ ഇന്റർലിങ്കഡ്. അപ്പം അനാട്ടമിയും ഫിസിയോളജിയും എന്താന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് സ്കോപ്പ് ഇല്ലേ, സ്കോപ്പും കൂടെ കുറച്ച് എഴുതി വെക്കുക. ഇതെല്ലാം കൂടെ കുറച്ചായിട്ട് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് കിട്ടും. ഇനി എക്സ്പ്ലെയിൻ ദ വേരിയസ് ബ്രാഞ്ച് അണ്ടർ ദ സ്കോപ്പ് ഓഫ് അനാട്ടമി. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അനാട്ടമി എന്താണ്, അല്ലെങ്കിൽ അനാട്ടമിന്റെ അണ്ടറുള്ള സ്കോപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഡയറക്റ്റ് എഴുതുന്നതിൽ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഡയറക്റ്റ് 5 മാർക്ക് നമുക്കത് കിട്ടും. പിന്നെ ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി ഓഫ് അനാട്ടമി, ഫിസിയോളജി, ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ സയൻസ്. നമ്മൾ ഈ മേലെ പറഞ്ഞില്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യനും പ്ലസ് എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് ബ്രീഫിലി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. ബ്രീഫിലി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് നമുക്ക് ഉത്തരം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ഇത്രയാണ് ഉള്ളത്, നമുക്ക് അധികം ഒന്നും ഇനി പറയാനൊന്നുമില്ല. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. എന്താ പറയാൻ പോകുന്നത്? ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. ഓക്കെ, എന്തൊക്കെയാണ് ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ? സോ നമ്മളെ ബോഡിക്ക് ഒരു ഹൈറാർക്കി ഉണ്ട് അല്ലെ.
അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ തല ഇരിക്കേണ്ട അടുത്ത് നമ്മുടെ വായിരിക്കേണ്ട അടുത്ത് കുടലും അല്ല ഇരിക്കുന്നത്, നമുക്കൊരു ഹയർക്കി തന്നെയുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് 6 മേജർ ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഉള്ളത്. എന്താണ് 6 കേട്ടോ. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്, നമുക്ക് നോക്കാം. തികയോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം കേട്ടോ. വലുതായിട്ട് വരയ്ക്കാം. ഇവിടെ 3 എടുക്കാം അല്ലേ. 1 2 3 1 2 3. The first one is chemical level. Chemical level ഞാൻ എന്താന്ന് പറയണ്ടല്ലോ. നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ എന്താണ് പ്രോട്ടീൻ, പിന്നെ കാർബോഹൈഡ്രേറ്റ്, ഇതൊക്കെ എല്ലാം കെമിക്കൽ ലെവലാണ്. ഇതെല്ലാം നമ്മുടെ ബോഡിയുടെ കണ്ടന്റ്സ് ആണ്. അത് നമ്മുടെ ആറ്റംസ്, മോളിക്യൂൾസ്, നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. എന്താണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് എന്തിന്റെ, നമ്മുടെ ബോഡിയുടെ. അതാണ് കെമിക്കൽ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ, നമ്മൾ ഓരോ മോളിക്യൂളിന്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, നമ്മളെ ഓരോ ഓർഗൻസിന്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് കെമിക്കൽ ലെവലിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് സെല്ലുലാർ ലെവൽ. പേര് പറയണ്ടല്ലോ, നമ്മൾ സെല്ലുലാർ ലെവൽ ഹിസ്റ്റോളജി ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇവിടെ ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ്. എന്താണ് ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ കൂടുതലായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ സെൽ എങ്ങനെയാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് എങ്ങനെയാണ്, അതിന്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണ്. ഇപ്പൊ എക്സാമ്പിൾ മസിൽ സെല്ലും നെർവ് സെല്ലും ഒന്നല്ല, രണ്ടാണ് അല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയാം. ഈ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടിഷ്യൂ ലെവൽ ആണ്. എന്താണ് ടിഷ്യൂ ലെവൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്, ഇപ്പൊ നമുക്ക് 4 ബേസിക് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഉള്ളത്. ഇവിടെ തന്നെ 4 ബേസിക് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഉണ്ട്. 1 2 3 4. The first one is epithelial. എന്താണ് epithelial. And second one is connective. കണക്റ്റീവ് ആരാ, നമ്മുടെ ബ്ലഡും കാര്യങ്ങളും ഒക്കെ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മസ്കുലാർ, നമ്മുടെ മസിൽസിൽ കാണുന്ന കാർഡിയക് മസിൽസിലും ഒക്കെ കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നെർവസ് ടിഷ്യൂ, കണ്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് അറിയായിക്കൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് അറിയുന്നത്, നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലെ. സോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കുള്ളത് ഓർഗൻ ലെവൽ. ഇവിടെ നമ്മൾ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആയിരിക്കും പറയാം. അതായത് ഒരു ടിഷ്യൂ ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ ഒരു ടിഷ്യൂ കൂടെ വെച്ച് പറയും. ഇല്ലെന്നുണ്ടെങ്കിൽ 3 ടിഷ്യൂ വെച്ചൊക്കെ പറയും. അങ്ങനെയാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്റ്റൊമക്കിൽ തന്നെ എപ്പിത്തീൽ ലൈനിങ് ഉണ്ട്, സ്മൂത്ത് മസിലും ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റൊമക്കിന്റെ ഒക്കെ ഡയഗ്രം എടുത്ത് നോക്കുവാണ്, അല്ലെങ്കിൽ വരച്ചൊക്കെ നോക്കുവാണെങ്കിൽ അതിന്റെയൊക്കെ ടിഷ്യൂസ് നോക്കുകയാണ്, ടിഷ്യൂസിന്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് കാണാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് വരച്ചോട്ടെ. നമുക്ക് ക്യൂബോ ടൈപ്പും ഒക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് കാണാൻ പറ്റും. അവിടെ എന്തുണ്ടാവും, സ്മൂത്ത് മസിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ കണക്റ്റീവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ നമുക്ക് വേറെ ടൈപ്പ് ഓഫ് ഉണ്ടായിരിക്കും. അത് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്, ഇപ്പൊ എക്സാമ്പിൾ ഒരു മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുക്കുവാണെന്നുണ്ടെങ്കിൽ അയാൾ ഡൈജസ്റ്റീവ് സിസ്റ്റം തുടങ്ങി അത് എൻഡ് ചെയ്ത് ഇൻഡസ്റ്റൈനിൽ എത്തുന്നത് വരെ നമുക്ക് ഒരുപാട് ടിഷ്യൂസിനെ കാണാൻ പറ്റും. ഇപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, വാ തുടങ്ങി അവസാനം റെക്ടലിലാണ് എൻഡ് ചെയ്യുന്നത് അല്ലെ. ഓറൽ തുടങ്ങി റെക്ടലിലാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റ് വരെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് നോക്കുവാണെങ്കിൽ അത് ഡിഫറെന്റ് ടൈപ്സ് ആണ്, ഒന്നും സെയിം അല്ല. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് ഓർഗാനിസം ലെവലാണ്. എന്താണ് ഓർഗാനിസം ലെവൽ? ഇവിടെ പറയുവാണെങ്കിൽ നമ്മളെ ഹോൾ സിസ്റ്റം ആണ് പറയുന്നത്. അത് ഓർഗൻ സിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഓർഗൻ ലെവൽ പറഞ്ഞു, ഓർഗാനിസം ലെവൽ പറഞ്ഞു. ഇവിടെ ഒരെണ്ണം കൂടെ ഞാൻ വിട്ടുപോയി, ഓർഗൻ സിസ്റ്റം ലെവലാണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഇത് പറയുന്നത് വെച്ചാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സെർട്ടൻ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, പിന്നെ മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ, ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേപോലെ കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ ഓർഗൻ ലെവൽ ഞാൻ പറഞ്ഞു, ഇപ്പം സ്റ്റൊമക്ക് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് കാണാം. ഇപ്പൊ ഇൻഡസ്റ്റൈൻ എടുക്കുവാണെങ്കിലും അത് ഒറ്റ കണക്ഷൻ ആണ്, എന്നാൽ തന്നെ അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് കാണാം. ഇനി ഓർഗാനിസം ആണെങ്കിൽ എന്താ പറഞ്ഞാൽ ഈ ഓർഗൻ സിസ്റ്റം ആണ് പറഞ്ഞത്. അത് ഈ സത്യം പറഞ്ഞ ഓർഗൻ സിസ്റ്റം കഴിഞ്ഞാണ് ഓർഗാനിസം ലെവൽ വരേണ്ടത്. എനിക്ക് എഴുതി
തിരിഞ്ഞു പോയതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഓർഗൻ സിസ്റ്റം ലെവലാണെങ്കിൽ എന്താണ് നമ്മൾ ഒരേ ടൈപ്പ് ഓഫ് ഓർഗൻസുകൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരുമിച്ചിട്ടായിരിക്കും നമ്മൾ പറയേണ്ടാവുക കേട്ടോ. അപ്പം എളുപ്പമല്ലേ, ഒന്നും അതിൽ പറയാനൊന്നുമില്ല. ഇറ്റ്സ് ടു ഈസി അല്ലേ. നമുക്ക് ഈ നോട്ട് നോക്കിയാലോ. ഹ്യൂമൻ ബോഡിയിൽ നമുക്ക് ടോട്ടലി എത്രയാണ്, ഒരുപാട് ടൈപ്പ് ഓഫ് ഹൈറർക്കി ഉണ്ട്. അതിൽ നമ്മളൊരു ഹൈറർക്കിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സോ ചെറിയ യൂണിറ്റിൽ നിന്ന് തുടങ്ങി വലിയ കോംപ്ലക്സ് ആയ യൂണിറ്റിലേക്ക് പോകുന്നു അല്ലെ. മൊത്തം 6 ടൈപ്പ് ഓഫ് മേജർ ഉണ്ട്. കെമിക്കൽ ലെവലുണ്ട്, അവിടെയാണ് H2O, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് ഒക്കെ പറഞ്ഞത്. മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ചില ബേസിക് ബിൽഡിംഗ് ബ്ലോക്സുകളാണ്. ഇത് മറന്നു പോകരുത്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ സെല്ലുലാർ ലെവലാണ്. സോ ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെ. നമ്മുടെ ബേസിക് സ്ട്രക്ചറും ഒരു ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് സെല്ലുലാർ ലെവൽ എന്ന് പറയാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസിന് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ. എല്ലാ സെൽസിനും ഒരേ ഫംഗ്ഷൻ ആണോ? അല്ല കേട്ടോ. ഞാൻ എന്താ ഇവിടെ കെമിക്കൽ ലെവലും സെല്ലുലാർ ലെവലിനൊക്കെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ആ പടം തന്നെ പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ തന്നെ ഈ പടത്തെ നമുക്കൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നോക്കിക്കേ, സെല്ലുലാർ ലെവൽ ആറ്റംസ് ഉണ്ട്, മോളിക്യൂൾസ്, DNA. അത് സെല്ലുലാർ ലെവലിലേക്ക് പോകുന്നു. സ്മൂത്ത് മസിൽ സെൽസുകൾ പറയുന്നു. ഞാൻ കളർ ഒന്ന് മാറ്റിക്കോട്ടെ, 1 മിനിറ്റ്. ഓക്കെ, ഇവിടെ സ്മൂത്ത് മസിൽ സെൽസുകൾ. പിന്നെ ടിഷ്യൂ ലെവൽ പറയുന്നുണ്ട്, അവിടെ സ്മൂത്ത് മസിൽ ടിഷ്യൂ പറയുന്നുണ്ട്. അവിടെ നമ്മുടെ വയറ് വരുന്നുണ്ട്. വയറ്റിലാണെങ്കിൽ നമുക്ക് എപ്പിത്തീലിയം ഉണ്ട്, സ്മൂത്ത് മസിൽ ഉണ്ട്. അത് ഓർഗൻ ലെവലാണ്. അടുത്ത സിസ്റ്റം ലെവൽ വരികയാണെങ്കിൽ ഫുൾ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ പറയുന്നുണ്ട്. അവിടെ നിന്ന് നമ്മളൊരു കുട്ടീന്റെ ബോഡിയിൽ ഈ ഡൈജസ്റ്റ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. അത് ഓർഗാനിസം ലെവൽ ഉണ്ടോ. എളുപ്പമാണ്, ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്, മനസ്സിലാക്കി തന്നെ പഠിക്കാൻ പറ്റും. ടിഷ്യൂ ലെവലാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽ വർക്കിംഗ് ടുഗദർ ടു പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ. നമ്മൾ 4 ഉണ്ട്, എപ്പിത്തീലില്, കണക്റ്റീവ്, മസ്കുലാർ, നെർവസ്. അപ്പൊ ഇത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതും നിങ്ങൾക്ക് അറിയാം അല്ലെ. സോ ഇറ്റ്സ് വെരി ഈസി. കൈൻഡ് ഓഫ് നിങ്ങൾ അങ്ങനെ സ്ട്രെസ് അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ ട്രൈങ് ടു ലേൺ എന്നുള്ളത് മാത്രം മതി. അത് മനസ്സിലാക്കുക, അങ്ങ് വിടുക. അല്ലാതെ അതിനെ എടുത്ത് വെച്ചിട്ട് വീണ്ടും അയ്യോ മറന്നു പോയല്ലേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നെക്സ്റ്റ് വൺ ഈസ് ഓർഗൻ ലെവലാണ്. അവിടെ നമ്മൾ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ടിഷ്യൂസിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക. സ്റ്റൊമക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ഇനി ഓർഗൻ സിസ്റ്റം ലെവലാണ്. അതാണ് ഈ കാണുന്ന ഓർഗൻ സിസ്റ്റം ലെവൽ. ഓക്കെ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, മൗത്തിനെ പറ്റിയിട്ട്. ഇനി ഓർഗാനിസം ലെവലാണ്. അവിടെ നമ്മൾ പറയുന്ന ദ കംപ്ലീറ്റ് ലിവിംഗ് ബീങ് വെയർ ഓൾ ദ ഓർഗൻ സിസ്റ്റം ഫംഗ്ഷനെ ഹാർമണി ടു സസ്റ്റെയിൻ ലൈഫ് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുൾ ഹാർമണൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി അത് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ഇത് മനസ്സിലായത് ആരുമില്ലല്ലോ. ഓക്കെ, അപ്പം വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒന്നും വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. ഓക്കെ, സോ ഇനി നമുക്ക് പറയാനുള്ളത് ബോഡി സിസ്റ്റം ഓഫ് ദ ഹ്യൂമൻ ബോഡി. നമുക്ക് ഏകദേശം 11 മേജർ ബോഡി സിസ്റ്റം നമുക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് അതിനെ പറ്റിയാ പഠിക്കാനുള്ളത്. സോ ഞാൻ ബ്ലാക്ക് ബോർഡ് എടുക്കാം. 1 മിനിറ്റ്. ഓക്കെ, സോ നമ്മൾ പറയാൻ പോകുന്ന ബോഡി സിസ്റ്റം ഓഫ് ദ ഹ്യൂമൻ ബോഡിയാണ്. എന്താണ് ബോഡി സിസ്റ്റം? ഒന്ന് മാറ്റിക്കോട്ടെ. ബോഡി സിസ്റ്റം ഓഫ് ദ ഹ്യൂമൻ ബോഡി. നമുക്ക് ടോട്ടൽ ബോഡി സിസ്റ്റം ഉള്ളത് 11 മേജർ സിസ്റ്റമാണ് ഉള്ളത്. 11 മേജർ സിസ്റ്റം. അപ്പൊ നമ്മൾ എത്ര ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് പറഞ്ഞത്? നമ്മൾ ലെവൽ പറഞ്ഞത് 6 പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ അനാട്ടമി ഫിസിയോളജി തന്നെ സബ് ഡിവിഷൻസ് 5 വെച്ച് പറഞ്ഞു. ഇവിടെ നമ്മൾ മൊത്തം 11 പറഞ്ഞു. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം കേട്ടോ. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻഡുഗുമെന്ററി എന്നൊക്കെ പറയാറുണ്ട്. സോ ഇൻഡുഗുമെന്ററി സിസ്റ്റമാണ്. ഇവിടെ എന്താ വരിക? നമ്മുടെ നെയിൽസ് ഇല്ലേ, നെയിൽസ്, ഹെയർ, പിന്നെ സ്കിൻ, നമ്മളെ ബോഡി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇൻഡുഗുമെന്ററി സിസ്റ്റമാണ്. ഓക്കെ, ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുക, വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇൻഡുഗുമെന്ററി ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്കെലിട്ടൽ. എന്താണ്? സ്കെലിട്ടൽ സിസ്റ്റമാണ്. സ്കെലിട്ടൽ സിസ്റ്റത്തിൽ നമുക്ക് വരുന്നത് ആരൊക്കെ ആയിരിക്കും? ബോൺസ് ഉണ്ടാകും, ജോയിന്റ്സ് ഉണ്ടാകും. അപ്പൊ ഇവരെന്തായിരിക്കും ചെയ്യേണ്ട? ഓട്ടോമാറ്റിക്കലി നമുക്ക് മൂവ്മെന്റ് അല്ലേ, മൂവ്മെന്റ്, ബ്ലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ ബ്ലഡ് ഒക്കെ വരുന്നത് എവിടെ നിന്നായിരിക്കും? RBC കൊണ്ടുവന്നിടുന്നതാണ് നമുക്ക് ബോൺ മരുന്ന് ഉണ്ടാവുന്നത് അല്ലെ. അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ഇപ്പൊ മനസ്സിലാക്കി പോയാൽ മതി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മസ്കുലാർ. മസിൽസ് അല്ലേ, മസ്കുലാർ സിസ്റ്റമാണ്. അവിടെ നമുക്ക് എന്താണ്? കാർഡിയാക് മസിൽ,
കാർഡിയാക് മസിൽസ്, പിന്നെ സ്മൂത്ത് മസിൽ, ഈ കാര്യങ്ങളൊക്കെ അവിടെയാണ് വരിക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം അവിടെ എന്താ വരിക? അവിടെ ബ്രെയിൻ, സ്പൈനൽ കോഡ്, അതൊക്കെയാണ് വരിക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം അവിടെ എന്താ വരിക? നമ്മുടെ ഗ്ലാൻസുകളാണ്, ബേസിക്കലി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒക്കെയാണ് വരുന്നുണ്ടാവുക. പിന്നെ അഡ്രിനൽ ഗ്ലാൻഡ്, അവിടെ നമുക്ക് ഗ്രോത്ത്, മെറ്റബോളിസം, റീപ്രൊഡക്ഷൻ ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുക. നെർവസ് സിസ്റ്റം ഉപയോഗം എന്താണ്? ഇലക്ട്രിസിറ്റി കൊണ്ടുപോകുക എന്നുള്ളതാണ്. മസ്കുലറിന്റെ ഉപയോഗം എന്താണ്? പോസ്ചർ വെച്ചിരിക്കുക, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, മൂവ്മെന്റ്, അതൊക്കെയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. കാർഡിയോവാസ്കുലർ സിസ്റ്റം അവിടെ എന്താണ്? ബേസിക് ആയിട്ട് നമ്മുടെ ഹാർട്ടും ബ്ലഡും വരുന്നത്. ഹാർട്ടും ബ്ലഡും. സോ ഈ കാർഡിയക് മസിൽ കണ്ടതുകൊണ്ട് അവിടെ ഹാർട്ട് വരുന്നു എന്നുള്ളതല്ല. കാർഡിയക് വാസ്കുലർ സിസ്റ്റം സെപ്പറേറ്റ് തന്നെയാണ്. അവിടെ നമുക്ക് ഓക്സിജൻ, ന്യൂട്രിയൻസ്, ഹോർമോൺസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്ലഡിലൊക്കെ, ബ്ലഡ് വെസൽസ് ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് വെസൽസ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ലിംഫാറ്റിക്. ലിംഫാറ്റിക് എന്താ ചെയ്യുക? അവിടെ ലിംഫ് നോട്ട്സ് ഉള്ളത് കേട്ടോ, വേറെ ഒന്നുമില്ല, വേറെ പറയാനൊന്നുമില്ല. ലിംഫ് നോട്ട്സ് ഉണ്ട്, പിന്നെ ലിംഫിന്റെ വെസൽസ് ഉണ്ട്, പിന്നെ സ്പ്ലീൻ ഉണ്ട്, ടോൺസിൽസ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡീനെ ഇൻഫെക്ഷന് എഗെയിൻസ്റ്റ് ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇൻഫെക്ഷൻ വരാതിരിക്കാനൊക്കെ നമുക്ക് നമുക്ക് പനിയൊക്കെ വരുമ്പോൾ നമ്മൾ തൊണ്ടേനെ താഴെ നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേർതിരിക്കാം. നമ്മുടെ ലിംഫ് നോഡുകൾ എൻലാർജ് ചെയ്യുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്താ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്നില്ല കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് യൂറിനറി സിസ്റ്റം. യൂറിനറി സിസ്റ്റം അതും പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ഈസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് ഹോർമോൺസ് മുതൽ, മെയിൽ ആണെങ്കിൽ ടെസ്റ്റീസും പെനിസും, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഓവറീസും പിന്നെ യൂട്രസുമാണ് വരിക. അവിടെ നമുക്ക് റീപ്രൊഡക്ഷനും പിന്നെ ഹോർമോൺ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സിമ്പിളാണ്, വലിയ സംഭവമൊന്നുമല്ല. ഈ പഠിക്കേണ്ടത് ഈ 11 മേജർ ആയിട്ടുള്ള ഈ സിസ്റ്റത്തെ നമ്മൾ പഠിക്കുക. അതിനുശേഷം അതിനകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വലിയ സംഭവമൊന്നും അല്ല കേട്ടോ, എളുപ്പമാണ്. സോ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ, ബിക്കോസ് ഇത്രയും കണ്ടിന്യൂസ്ലി പഠിപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഹെക്ടിക്ക് വരും. സോ നിങ്ങൾ കണ്ടിന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. സോ എല്ലാവരും വെള്ളം കുടിക്കുക, അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കാണുക. ബിക്കോസ് കണ്ടിന്യൂസ്ലി പഠിക്കുന്നത് അത് പോസിബിൾ ആയ കാര്യമല്ല കേട്ടോ. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ബോഡി സിസ്റ്റമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു 11 മേജർ ബോഡി ടൈപ്പ് ഓഫ് സ്പെസിഫിക് സിസ്റ്റമാണ് ഉള്ളത്. ഇൻഡിവിജ്വൽ സ്കിന്ന്, ഹെയർ, നെയിൽ ഞാൻ പറഞ്ഞു. ബോഡി പ്രൊട്ടക്ട് ചെയ്യാം. ഇപ്പൊ പ്രൊട്ടക്ട് സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് സ്കിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് എലിമെന്റ് സ്വെറ്റ് എന്ന ഇൻ ദ സെൻസ് ഓഫ് സ്വെറ്റിലേക്ക് കൂടെ നമുക്ക് പോകുന്നുണ്ട്. ഇനി സ്കെൽറ്റൽ സിസ്റ്റം ആണ്. ബോൺസ്, ജോയിന്റ്, കാർട്ടിലേജ് ആണ്. സ്ട്രക്ചർ, സപ്പോർട്ട്, എയ്ഡ് ടു മൂവ്മെന്റ് ആൻഡ് ബ്ലഡ് സെൽ ഫോർമേഷൻ. സോ ബ്ലഡ് സെൽ ഫോം ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് നമ്മുടെ സ്ട്രക്ചർ ഇരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മളെ ആ ഒരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മസ്കുലർ സിസ്റ്റം ആണ്. അവിടെ സ്കെൽറ്റൽ, സ്മൂത്ത്, കാർഡിയക് മസിൽസ് ഉണ്ട്. നമ്മുടെ മൂവ്മെന്റ്, പോസ്ചർ, പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ്, അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് നെർവസ് സിസ്റ്റം ആണ്. അവിടെ ബ്രെയിന്, സ്പൈനൽ കോഡ്, നെർവസ് ആണ്. അവിടെ നമ്മളെ ഫംഗ്ഷൻസ്, ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ കണ്ടക്ഷൻ അല്ലെ, കണ്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എൻഡോക്രൈൻ ആണ്. ബേസിക്കലി ഹോർമോൺസ് ഞാൻ പറഞ്ഞു, റെഗുലേഷൻ ചെയ്യാൻ വേണ്ടി, മെറ്റബോളിസം, റീപ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ്. അവിടെ ഹാർട്ടും ബ്ലഡ് വെസലും ഉണ്ട്. അവിടെ ട്രാൻസ്പോർട്ട്സ് ഓക്സിജൻ, ന്യൂട്രിയൻസ്, ഹോർമോൺസ് ടു സെൽ, റിമൂവ് വേസ്റ്റ് പ്രൊഡക്റ്റ് കേട്ടോ. നമ്മളെ ബോഡിയിൽ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ കാർഡിയോവാസ്കുലർ നമുക്കറിയാം അല്ലെ. നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. ഇപ്പൊ ഹാർട്ടിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ പെട്ടെന്നൊന്നും എനിക്ക് വരയ്ക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. പണ്ടൊക്കെ ഒരുപാട് ട്രിക്ക് അറിയാമെന്നുണ്ട്, ഇപ്പൊ ആ ട്രിക്കൊന്നും എനിക്കൊന്നും ഓർമ്മയില്ല, എന്നാലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, ഏകദേശം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് 4 ചേമ്പറൊക്കെ ഒന്ന് വരച്ച് കയറ്റി വെക്കാം കേട്ടോ. 1 2 3 അല്ലേ ഉള്ളൂ. 1 2 3 ഉള്ളൂ. ഇപ്പൊ 4 ആക്കുന്ന എങ്ങനെയാ?
5 പോകും. കുഴപ്പമില്ല, ഇങ്ങനെ മനസ്സിലാക്കിയതാൽ മതി. ഓക്കെ ഫൈൻ. സോ നമ്മുടെ ചേംബറും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതിലൂടെ നമുക്ക് ബ്ലഡ് വെസൽസ് കടന്നു പോകുന്നുണ്ടാവും. ഈ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ലങ്സിലും ഉണ്ടായിരിക്കും അല്ലെ. നമ്മുടെ ലങ്സ് അറിയാമല്ലോ. ലങ്സ് ഞാൻ പറഞ്ഞ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ലങ്സ് ഇങ്ങനെ ഉണ്ടാവും. ലങ്സിനകത്ത് ആരുണ്ടാവും, ആൽവിയോള ഉണ്ടാവും അല്ലെ. ആൽവിയോള ഉണ്ടാവും. ആൽവിയോളയിലൂടെ എന്ത് നടക്കുന്നുണ്ട്, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുന്നുണ്ട്. പാർഷ്യൽ പ്രഷർ അനുസരിച്ചിട്ട് ഓക്സിജൻ അകത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും പോകുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. സോ ഈ ഒരു പ്രഷർ കാരണം ഇതിലൂടെ നമ്മൾ ഓക്സിജൻ കയറുന്നു. ഓക്സിജൻ നിന്നു ഹാർട്ട് യൂസ് ചെയ്യുന്നു. ഹാർട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പല പല ഓർഗൻസ്, നമ്മൾ കിഡ്നി പോലുള്ള മേജർ വാസ്കുലർ ഓർഗൻസ്, പിന്നെ ലീവർ, അതിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിജൻ എത്തിക്കുന്നു. അങ്ങനെ സെല്ലുകൾ റെസ്പിയർ ചെയ്യുന്നു, സെൽസ് എന്ത് ചെയ്യുന്നു, റെസ്പിയർ ചെയ്യുന്നു അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇനി ഡൈജസ്റ്റൻ പറയണ്ട, യൂറിനറി പറയണ്ട, റീപ്രൊഡക്റ്റീവ് പറയണ്ട, അത് നിങ്ങൾക്ക് അറിയാം. സോ കൺക്ലൂഷൻ പറയുവാണെങ്കിൽ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ബോഡി സിസ്റ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ മെഡിസിനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനാട്ടമി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ കൺക്ലൂഷൻ പറയുവാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ 6 ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്താണ് എന്ന് മേ ബി നോർമൽ ഡയറക്ട്ലി ചോദിക്കാം. ഇത് ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയാം. ഇനി ബ്രീഫ്ലി മേജർ ബോഡി സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാം. പിന്നെ ടിഷ്യൂ ലെവലും ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന്, ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുള്ളൂ. ഇവിടെ ഇൻഡയറക്ട്ലി ചോദിക്കാൻ ചാൻസ് ഇല്ല. ചില സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ടിഷ്യൂ ലെവൽ എന്താണ് അല്ലെങ്കിൽ ഓർഗൻ ലെവൽ എന്താണ് എന്നുള്ളത് വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ വേറൊരു രീതിയിൽ ചോദിക്കാനുള്ള ഞാൻ കാണുന്നില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് ലൈഫ് പ്രോസസ്സാണ്. ഇത് കുറച്ചധികം പഠിക്കാനുണ്ട്. ബിക്കോസ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു അരമണിക്കൂർ എടുക്കുമായിരിക്കാം. എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ, സോ ബേസിക് ലൈഫ് പ്രോസസ്. സോ ഇത് അത്യാവശ്യം തള്ളാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തള്ളും. ഞാനൊക്കെ ആണെങ്കിൽ തള്ളും. ഇത് വേറെ പറയാനൊന്നുമില്ല. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് പ്രോസസ്സ് എങ്ങനെയാണ്, സർവൈവൽ അല്ലേ. നമ്മൾ ജീവിക്കുന്ന തന്നെ സർവൈവൽ ആണോ, ഗ്രോത്ത് ആണോ, സ്പെല്ലിംഗ് തെറ്റാന്ന് തോന്നുന്നു അല്ലെ. സർവൈവലിന്റെ കുഴപ്പമില്ല, എന്നാലും പ്രശ്നമില്ല. ഇല്ല, കറക്റ്റാ. ഗ്രോത്ത്, പിന്നെ പ്രോപ്പർ ഫങ്ഷനിങ്, ഇങ്ങനെയുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബേസിക് ലൈഫ് പ്രോസസ്സിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാ ഓർഗൻ സിസ്റ്റവും ഒരേ രീതിയിൽ വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒരേപോലെ വർക്ക് ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. കാര്യം എന്നാൽ മാത്രമേ നമ്മുടെ ഒരു ബേസിക് ലൈഫ് പ്രോസസ്സിന്റെ നീഡുകൾ നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുള്ളൂ. സോ അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്ന കാര്യമാണ് ന്യൂട്രീഷൻ. ഈ ന്യൂട്രീഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഫുഡ് എന്ത് ചെയ്യുന്നു, ഫുഡ് നമ്മൾ എടുത്തിട്ട് അതിന് കൺവേർട്ട് ആവുന്നു അല്ലെ. കൺവേർട്ട് ആവുകയാണ് ചെയ്യുക. അവിടെ തന്നെ ഫുഡ് നമുക്ക് എന്തുണ്ട്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന് അല്ലെ, അങ്ങനെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, അപ്പൊ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എനർജി കിട്ടുന്നത് ന്യൂട്രീഷനിലൂടെയാണ്. ഈ ന്യൂട്രീഷൻ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫുഡിൽ നിന്നായിരിക്കും. നമ്മൾ കഴിക്കുന്ന ഫുഡിലേക്ക് അവിടെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മൾ എനർജി സോഴ്സ് ആക്കി കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് തിങ് അല്ലെ. ഇനി നമുക്കിവിടെ ഓർഗൻസ് എന്തൊക്കെയാ വരിക? നമ്മുടെ മൗത്ത് വരുന്നുണ്ട്, സ്റ്റൊമക്ക് വരുന്നുണ്ട്, ഇൻഡസ്റ്റൈൻ വരുന്നുണ്ട്, ലിവർ വരുന്നുണ്ട് അല്ലെ. ഇതെല്ലാം നമുക്ക് വരികയാണ് ചെയ്യുക. ബേസിക്കലി നമുക്ക് ന്യൂട്രീഷന്റെ ആവശ്യം എന്താണ് എന്നാണ് നെക്സ്റ്റ് ചോദ്യം. ഞാൻ ഏതൊക്കെ ഓർഗൻസ് വരുന്നു എഴുതുന്നില്ല, കാരണം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇവിടെയാണ് ഗ്രോത്ത്, റിപ്പയർ, എനർജി, ഇന്ന കാര്യങ്ങൾക്ക് ആര് ഹെൽപ്പ് ചെയ്യാറുണ്ട്? ന്യൂട്രീഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് റെസ്പിറേഷൻ. റെസ്പിറേഷനിൽ ഞാൻ നേരത്തെ വരച്ച പടം തന്നെയാണ് ഉത്തരം, വേറൊന്നും പറയാനില്ല. റെസ്പിറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ATP മോളിക്യൂൾസ് നമുക്ക് കിട്ടും അല്ലെ. എവിടെ നിന്നാണ് കിട്ടുക? ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെ, ഗ്ലൂക്കോസ് വഴിയാണ് നമുക്ക് കിട്ടുക. സോ എന്താണ്, നമുക്ക് ATP കിട്ടുന്നത് ഈ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആവും. ഓക്സിജന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ആവുന്നു. ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ഡൗൺ ആവുന്നു. ഇതിപ്പോ തിരിച്ചാ വരയ്ക്കേണ്ടത്, ഞാനൊന്ന് തിരിച്ചു വരയ്ക്കട്ടെ. ഗ്ലൂക്കോസ് ATPന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു, ATP ആയിട്ട് കൺവേർട്ട് ആവുന്നു, ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ഡൗൺ ആവുക ചെയ്യാം. സോ ഇവിടെ ഈ റെസ്പിറേഷൻ തന്നെ നമുക്ക് 2 എണ്ണം പഠിക്കാനുണ്ട്. അതായത് എയറോബിക് റെസ്പിറേഷനും ഉണ്ട്, അനേറോബിക് റെസ്പിറേഷനും ഉണ്ട്.
അനേറോബിക്കും ഉണ്ട്. എയറോബിക് ആണെങ്കിൽ ഓക്സിജന്റെ പ്രസൻസ് ഇല്ല, അനേറോബിക് ആണെങ്കിൽ ഓക്സിജൻ ഇല്ലാതെയാണ് ഉണ്ടാവുക. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ നോസ്, ട്രക്കിയ, ലങ്സ്, മൈറ്റോകോൺട്രിയ ഒക്കെ സെല്ലുലാർ ലെവലിലൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ATP മോളിക്യൂൾസ് ആണ് മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയയുടെ പടം ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും ഞാൻ വരയ്ക്കാം. ബേസിക്കലി ഡബിൾ ഫോൾഡഡ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അവിടെ ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് എൻ്റെ കലാപരമായിട്ടുള്ള സൃഷ്ടിയിൽ ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, കണ്ട് സാൻഡ്വിച്ച് ഇരിക്കുന്ന പോലെ ഉണ്ട്, കൊള്ളാം. സോ റെസ്പിറേഷനായി. ഇനിയാണ് നമ്മൾ എന്താ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ. സോ ഈ ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗത്ത് മിക്കവാറും ആൾക്കാർ കൺഫ്യൂഷൻ ആവും. അത് ലോക്കോമോഷൻ ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ ആവും. അങ്ങനെ അല്ല കേട്ടോ, അവിടെ സർക്കുലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സർക്കുലേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? ബ്ലഡ് ഫ്ലോ ഒക്കെ ഇല്ലേ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഓക്സിജന് അല്ലെങ്കിൽ ഈ ന്യൂട്രിയൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഓരോ ബോഡീന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പം വേസ്റ്റ് പ്രൊഡക്ട്സ് കൊണ്ടുപോകണം. അപ്പം അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അവിടെയാണ് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് ഹാർട്ട്, ബ്ലഡ് വെസൽസ് ഒക്കെ. ഇവിടെ നമുക്ക് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ മെറ്റബോളിക് ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടരാണ് ആര്? ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന എക്സ്ക്രീഷൻ ആണ്. എക്സ്ക്രീഷൻ ആരൊക്കെ ആയിരിക്കും? എക്സ്ക്രീഷൻ ഭാഗത്ത് നമുക്ക് സ്കിൻ അവൈലബിൾ ആണ്, കിഡ്നി അവൈലബിൾ ആണ്, അല്ലെ, ലങ്സ്, ലിവർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമ്മുടെ ഈ മെറ്റാബോളിക് പ്രൊഡക്ട്സ് ഇല്ലേ, മെറ്റാബോളിസം കഴിഞ്ഞിട്ട് നമ്മളൊരു സാധനം ഉണ്ടായിട്ട് ബാക്കി വരുന്ന ഈ ബൈ പ്രൊഡക്ട്സുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ലൈക്ക് യൂറിയ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ സോൾട്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ലേ, ഇതൊക്കെ നമുക്ക് പുറത്തേക്ക് തള്ളേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ പുറത്തേക്ക് തള്ളിക്കളയുന്നതാണ് ഇവിടെ എക്സ്ക്രീഷനിലാണെന്നുള്ളതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ഗ്രോത്ത് ആണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി നമ്മൾ സൈസ് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ കുഞ്ഞിനെ ഇരിക്കുന്ന പോലെ നമ്മളിപ്പോ ഉണ്ടാവുക അല്ല, അവിടെ നമുക്ക് എന്ത് നടക്കുന്നുണ്ട്? മൈറ്റോസിസ് നടക്കുന്നുണ്ട്. മൈറ്റോസിസ്, പിന്നെ പ്രോട്ടീൻ സിന്തസിസ്, സെൽ ഡിവിഷനാണല്ലോ മൈറ്റോസിസ്. അതൊക്കെ നടന്നിട്ട് നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പയർ നടക്കുന്നുണ്ട്, റീജനറേഷനും നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാറി മാറി വരുന്നത് അല്ലേ. ഇനി ആറാമത്തതാണ് റീപ്രൊഡക്ഷനിൽ നമുക്ക് പറയുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ബേസിക്കലി നമുക്ക് ഓഫ് സ്പ്രിങ്ങിനെ തരിക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രത്യുൽപാദനം ചെയ്യുക എന്നുള്ളതാണ് അവിടെ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? അസെക്ഷലും ഉണ്ട്, സെക്ഷലും ഉണ്ട്. ഓക്കെ, ഹ്യൂമന് സെക്ഷലേ പറ്റുള്ളൂ, അസെക്ഷൽ ഒന്നും പറ്റത്തില്ല. സോ അസെക്ഷൽ ബൈനറി ഫിഷൻ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. അസെക്ഷൽ ആണെങ്കിൽ സ്പേമും എഗ്ഗിന്റെയാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഇപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പറയാറുണ്ട് ഞാൻ അസെക്ഷൽ ആണ്, അല്ലെങ്കിൽ അസെക്ഷൽ എന്നൊരു കാറ്റഗറി പറയാറുണ്ട്. ആക്ച്വലി നമുക്ക് ബയോളജി പരമായി അസെക്ഷലി പറയുവാണെങ്കിൽ അത് ബൈനറി ഫിഷൻ ആണ്. സോ ആക്ച്വലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഫ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ടേം യൂസ് ചെയ്യുന്നത് പല കോൺട്രവേഴ്ഷ്യലിലും ഇപ്പോഴുള്ള കാര്യമാണ് അസെക്ഷൽ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ സെക്ഷലി ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ സെക്ഷലി അവർക്ക് എന്താണ് ഫിസിയോളജിക്കലി അവർക്ക് പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കലി അവർക്ക് പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് അസെക്ഷൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവർക്കിപ്പോൾ ഓർഗൻ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ സിസ്റ്റവും അത് വർക്കിംഗ് ആണ്, അത് ഫംഗ്ഷനിങ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്പേം പ്രൊഡ്യൂസ് ഉള്ള കഴിവുണ്ടെങ്കിൽ നമുക്കത് അസെക്ഷൽ എന്ന് പറയാൻ പറ്റില്ല അല്ലെ. സോ അതങ്ങനെയാണ്. നെക്സ്റ്റ് വൺ ഈസ് മെറ്റാബോളിസം എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻ. നമ്മുടെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ എല്ലാ കെമിക്കൽ റിയാക്ഷന്റെയും സം ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയാ? മെറ്റാബോളിസം എന്ന് പറയാ. അവിടെ തന്നെ പിന്നെയും 2 തിരിക്കുന്നുണ്ട്. കാറ്റബോളിസം എന്താണ്? നമ്മുടെ മോളിക്യൂൾസുകൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? എനർജി ഉണ്ടാക്കുന്നു. മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി ഉണ്ടാക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയാ? കാറ്റബോളിസം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അനബോളിസം എന്തായിരിക്കും? അവിടെ എന്ന് വെച്ചാൽ പുതിയ മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നു? സിന്തസൈസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. പുതിയ മോളിക്യൂൾസിനെ
സിന്തസൈസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ മെറ്റബോളിസം എന്ന് പറയും നമുക്ക് വളരെ അത്യാവശ്യമായ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ നമുക്ക് നടക്കില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് മൂവ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അവിടെ മസിൽസ്, ബോൺസ് ഒക്കെയാണ് നമുക്ക് വരുന്നുണ്ടാവുക, മസിൽസ് ഒക്കെയാണ് വരുന്നുണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റെസ്പോൺസീവ്നെസ്. ഇത് നമ്മൾ മുമ്പ് ഇരിക്കുന്നവനെ കുത്തുന്നതോ അല്ലെങ്കിൽ അവനെ പോയിട്ട് തോണ്ടുന്നതോ അല്ല റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഒരു എൻവയോൺമെന്റിൽ ഒരു സ്റ്റിമുലേ കാരണം അല്ലെങ്കിൽ ഒരു സ്റ്റിമുലേ കാരണം നമ്മുടെ റെസ്പോൺസ് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. നമ്മുടെ സെല്ലിന്റെ റെസ്പോൺസ് എങ്ങനെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചൂടുള്ള സ്ഥലത്ത് നമ്മൾ കൈ വെക്കുമ്പോൾ നമ്മൾ തിരിച്ചു വലിച്ചു ചൂടെടുക്കാറില്ലേ, ആ ഒരു റെസ്പോൺസീവ്നെസ് ഇല്ല, ആ കാര്യങ്ങളൊക്കെയാണ് പറയുക. ഇതാണ് ബേസിക് ലൈഫ് പ്രോസസ്. ഇത് ഇങ്ങനെ തന്നെ എഴുതണമെന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 മാർക്കിനോ 5 മാർക്കിനോ കണക്കാക്കി ചോദിക്കുവാണെങ്കിൽ ഇതൊരു വലിയ സെന്റൻസിൽ എഴുതാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാർട്ട് പഠിച്ചാലും നിങ്ങൾക്ക് എളുപ്പമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. വാട്ടെവർ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങളത് പഠിക്കുക. ഓക്കെ, സോ ബേസിക് ലൈഫ് പ്രോസസ് ഞാൻ പറഞ്ഞു ബയോളജിക്കൽ ആക്ടിവിറ്റി ആണ്. നമ്മുടെ ഫംഗ്ഷൻ, ഗ്രോത്ത്, സർവൈവലിനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷൻ ഞാൻ പറഞ്ഞു, ഫുഡ് വഴിയാണ് നമുക്ക് ന്യൂട്രീഷൻ കിട്ടുക. അവിടെ ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൗത്ത്, സ്റ്റൊമക്ക്, ഇൻഡസ്ട്രീൻ, ലിവർ, പാങ്ക്രിയാസ് ഒക്കെയാണ്. ന്യൂട്രിയൻസ് പ്രൊവൈഡ് റോ മെറ്റീരിയൽ ഫോർ ഗ്രോത്ത്, റിപ്പയർ എനർജി. ഈ വളരെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോത്ത്, റിപ്പയർ, എനർജി, ഇത്രയും സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ പഠിച്ചോളാം. ബിക്കോസ് അത് എപ്പോൾ വേണമെങ്കിലും ആ ഒരു പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് തരില്ല. ഓക്കെ, റെസ്പിറേഷൻ ഞാൻ പറഞ്ഞു, എനറോബിക്കും എയറോബിക്കും ഉണ്ട്. ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. സെല്ലാ മസ്കുലർ ആക്ടിവിറ്റിക്ക് അത്യാവശ്യമാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ സർക്കുലേഷൻ ആണ് എന്നുള്ളത് വിചാരിച്ചോളാം. നമുക്ക് ഓക്സിജൻ, ന്യൂട്രിയൻ, ഹോർമോൺസ്, ഈ ഒരു കാര്യം എന്തായാലും എഴുതണം കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളെ ഞാൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായിരിക്കും നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോഴും അത് ഇച്ചിരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾനെസ് വരും. അപ്പൊ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ, ഒരു മിനിറ്റ്. സോ ഇവിടെ ഞാൻ പറഞ്ഞു സർവൈവൽ, ഗ്രോത്ത്, പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ലിവിങ് ഓർഗാനിസം, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്താണ് ന്യൂട്രിയൻ പ്രൊഡക്റ്റീവ് എനർജി ആൻഡ് ബിൽഡ് ബോഡി ടിഷ്യൂ, ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇൻജഷൻ. സോ ഗ്രോത്ത്, റിപ്പയർ, എനർജി. സോ ഇവിടെ എയറോബിക് ഉണ്ട്, അൺഎറോബിക് ഉണ്ട്. ഇത് രണ്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. നോസ്, ട്രക്കിയ, ലങ്സ്, ഇത് ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ട്രാൻസ്പോർട്ടേഷൻ, സർക്കുലേഷൻ പറഞ്ഞു, ലൈക്ക് ഓക്സിജൻ, ന്യൂട്രിയൻസ്, ഹോർമോൺസും ഒക്കെ നമ്മളെ ബോഡിയിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യാം. ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആരൊക്കെ വരുന്നുള്ളതാണ്. എക്സ്ക്രീഷൻ പറഞ്ഞല്ലോ, മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്ട്സ് ആണ്. യൂറിയ, കാർബൺ ഡൈ ഓക്സൈഡും എക്സസീവ് സാൾട്ട് ഫ്രം ദി ബോഡി. ഓക്കെ, അവിടെ കിഡ്നി, ലങ്സ്, സ്കിന്ന്, ലിവർ ഒക്കെയാണ് അവിടെ കൂടുതലായിട്ട് നമുക്ക് എക്സാമ്പിൾസ് വരുന്നത്. പിന്നെ പറഞ്ഞ ഗ്രോത്ത് ആണ്. നമുക്ക് മാസ് വെക്കുക, സൈസ്, മാസ്, അല്ലെങ്കിൽ ഒരു നോർമൽ ഓർഗാനിസം എങ്ങനെയാകണം എന്നുള്ള കാര്യങ്ങൾ, എത്രത്തോളം നമുക്ക് മാറ്റം വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലായിട്ട് വരിക. സോ നെക്സ്റ്റ് വൺ റീപ്രൊഡക്ഷൻ ആണ്. അവിടെ അസെക്ഷലും ഉണ്ട്, സെക്ഷലും ഉണ്ട് ഞാൻ പറഞ്ഞു. മെറ്റബോളിസം പറഞ്ഞു, സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻ ദ ബോഡി ആണ് കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഇല്ല. മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ പറഞ്ഞു. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമുക്ക് മൂവ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അവിടെ അതിന്റെ ആവശ്യം എന്താ, മൂവ് ചെയ്യേണ്ട ആവശ്യം എന്താ, സർവൈവലും ഫൈൻഡിങ് ഫുഡും എസ്കേപ്പിംഗ് ഫ്രം ഡേഞ്ചറുമാണ്. ഈ കാര്യങ്ങൾ എഴുതി വെക്കാം. നോട്ട് ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ് കേട്ടോ. ഈ നോട്ടിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല, കാര്യം വരില്ല. കാര്യം ആക്ച്വലി എന്താണ് അതിനകത്ത് പറയുന്നുള്ള എല്ലാം അവിടെ എക്സ്പ്ലെയിൻഡ് ആണ്. ഇനി റെസ്പോൺസിനെസ് ഓർ ഇറിറ്റബിലിറ്റി ആണ്. അവിടെ എബിൾ ടു ഡിറ്റക്ട് ദ റെസ്പോൺസ് ടു ചേഞ്ച് ദ എൻവയോൺമെന്റ് ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, സോ അവിടെയാണ് നെർവസ്, എൻഡോക്രൈൻ സിസ്റ്റം ഒക്കെ നമുക്ക് കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാം ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ. ഈ പറയുന്ന എല്ലാ ബേസിക് ലൈഫ് പ്രോസസ് അണ്ടർ പറയുന്ന എല്ലാ പോയിന്റ്സുകളും ഇതില്ലാതെ ഒരു ഹ്യൂമന് സർവൈവ് ചെയ്യാനോ ഗ്രോ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് കാണിക്കാനോ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഒന്ന് ഓടിച്ച് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചേ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ബേസിക് ലൈഫ് പ്രോസസ് എന്നായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. എക്സ്പ്ലെയിൻ 5 സൂട്ടബിൾ എക്സാമ്പിൾ. നമുക്കറിയാം ഏതെങ്കിലും 5 എണ്ണം ചോദിച്ചാൽ എസ്സേ ആണ്. സോ ഒരിക്കലും 5 എണ്ണം നിർത്തരുത്. ഇതിപ്പോ ഉത്തരം എഴുതുമ്പോൾ എങ്ങനെ ഞാൻ പറഞ്ഞു തരാം. ഇത് ഉത്തരം എഴുതുമ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ബേസിക് ലൈഫ് പ്രോസസ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക.
പ്ലസ് ബാക്കി വരുന്ന ഈ സ്യൂട്ടബിൾ എക്സാമ്പിൾ നമ്മൾ ഏകദേശം എത്ര എണ്ണം പഠിച്ചു? ടോട്ടൽ 9 എണ്ണം പഠിച്ചു. 9 നമ്മൾ എന്ത് ചെയ്യുക? നെയിം ചെയ്ത് വെക്കുക. 9 നെയിം ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? 5 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ വേണം എഴുതാൻ. ഇത് എഴുതിയാൽ തന്നെ 10 മാർക്ക് കിട്ടില്ല. നമുക്ക് 10 മാർക്ക് കിട്ടില്ല. ഡിഫറൻസ് ഒരു എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ ടേം, ഫംഗ്ഷൻ ആൻഡ് ഓർഗൻ ഇൻവോൾവ്. എളുപ്പമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ അറിയാം. പിന്നെ വൈ ഈസ് ട്രാൻസ്പോർട്ടേഷൻ ഇമ്പോർട്ടൻറ്റ് ഇൻ മൾട്ടി സെൽ ഓർഗാനിസം. എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്? അത് നമുക്ക് 3 മാർക്കിന് 2 മാർക്കിന് ചോദിക്കേണ്ടാവുള്ളൂ. അത് മൂവ്മെന്റ് അത്യാവശ്യമാണ്, സർവൈവൽ ആവശ്യമാണ്, അല്ലെ, ഫുഡ് കിട്ടാൻ വേണ്ടി ആവശ്യമാണ്, ഏതൊക്കെ ഓർഗൻസ് ഇൻവോൾവ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും എന്താണ് എന്ന് പറയുന്ന നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുഞ്ഞിനെ പഠിക്കുന്ന കാര്യമാണ്, അപ്പൊ അത് അധികം എംഫസിസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് യൂസ് ആവും എന്ന് വെച്ചിട്ട് ഞാൻ കൊടുത്തതാണ്. സോ അത് നോക്കി കൊള്ളാം കേട്ടോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ഏകദേശം ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്താണ്? ഹോമിയോസ്റ്റാസിസ് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഒരു റൂമിൽ നമുക്ക് AC നല്ല തണുപ്പിട്ടിരിക്കുവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പോയിട്ട് ആ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമോട്ട് വെച്ച് തന്നെ കൺട്രോൾ ചെയ്യുകയോ ചെയ്യും, അല്ലെ? ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് ഡെഫിനിഷൻ പറയുവാണെങ്കിൽ, homeostasis is the process by which the body maintains a stable internal environment despite external changes. അപ്പോൾ പുറത്തൊരു ചേഞ്ച് വരികയാണ്, അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ ഇന്റേണൽ എൻവയോൺമെന്റിനെ സ്റ്റേബിൾ ആക്കി കൊണ്ടുവരികയാണ് ചെയ്യുക. അത് സെല്ല്, ടിഷ്യൂ, ഓർഗൻസിന്റെ ഒക്കെ നോർമൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോസസ്സിൽ ചേഞ്ച് വരാൻ പാടില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ ദാമുവിന്റെ ഹ്യൂമൻ ബോഡി ആണെന്ന് നിങ്ങൾ വിചാരിച്ചോളാം. അപ്പൊ ദാമുവിന്റെ സെല്ലും ഒക്കെ വിചാരിക്കുവാണ് ഒരു കാര്യം ചെയ്യാം, ഇന്നത്തേക്ക് എന്ത് ചെയ്യണ്ട, ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുവാണ്. അപ്പം ഞാൻ നാളെ വർക്ക് ചെയ്യാൻ വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ? അല്ല. പുറത്ത് ഭയങ്കര ചൂടാന്ന് വെച്ചോ, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? ദാമു എന്ത് തുടങ്ങും? വേർക്കാൻ തുടങ്ങും, അല്ലെ? ഈ വേർക്കുന്ന നമ്മളെ ബോഡി നമ്മളെ സ്റ്റേബിൾ ആക്കുന്ന രീതിയാണ്. ഇപ്പൊ ഭയങ്കര തണുപ്പാണെങ്കിലോ നമ്മുടെ ബോഡിയിൽ കുറെ ഇങ്ങനെ കുമള രോമാഞ്ചം വരും. അത് നമ്മളെ ബോഡി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടവ. അപ്പൊ ഈ ഒരു ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ വാൾട്ടർ ആയിരുന്നു കേട്ടോ. ഐ തിങ്ക് വാൾട്ടർ കെനോൻ ആണ് പറഞ്ഞത്. സോ ഏർലി 20th സെഞ്ചുറിയിലാണ് പറഞ്ഞത്. സോ ഗ്രീക്ക് വീട് ഹോമിയോ മീൻസ് സിമിലർ, സ്റ്റാസിസ് മീൻസ് സ്റ്റാൻഡിങ് സ്റ്റിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോമിയോസ്റ്റാസിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പൊ ബോഡി ടെമ്പറേച്ചർ നമുക്കറിയാം എന്താണ്? അപ്രോക്സിമേറ്റ് 37°C ആണ്, അല്ലെ? അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ചെറിയ ചെറിയ ചേഞ്ചുകൾ വരുത്തുന്നു. പിന്നെ ബ്ലഡിന്റെ pH, അല്ലെങ്കിൽ ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവല്, പിന്നെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കോൺസെൻട്രേഷൻ, പിന്നെ വാട്ടറും അതിന്റെ ഇലക്ട്രോലൈറ്റിന്റെ ബാലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഡീവിയേഷൻസ് വന്നാൽ അത് സ്റ്റേബിൾ ആക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതിനെ ബാലൻസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആ ഒരു പ്രോസസ്സിനാണ് ഹോമോസ്റ്റാസിസ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ, നിങ്ങളുടെ ഫോണിൽ നോക്കുവാണെങ്കിൽ ഒപ്റ്റിമൈസേഷൻ എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒപ്റ്റിമൈസേഷൻ ഇസലാണോ എസ് ആണെന്ന് തോന്നുന്നത്, എസ് ആയിരിക്കും. ഒപ്റ്റിമൈസേഷൻ ഇസലോ എസ് ആണ് കേട്ടോ, ആണെന്ന് കണ്ടിട്ടുണ്ടാവും. അതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെ കറക്റ്റ് സ്റ്റേബിൾ ആക്കുന്നു, അല്ലെ? അതാണ് ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളെ ബോഡീന്റെ ടെമ്പറേച്ചർ, pH, ഗ്ലൂക്കോസ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഇവര് കയറി ആക്ട് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുവാണ് ചെയ്യേണ്ടാവുക. ഓക്കെ, ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് മെക്കാനിസം ഓഫ് ഹോമിയോസ്റ്റാസിസ് എങ്ങനെയാണെന്നാണ് കേട്ടോ. സോ ഞാൻ ഇതൊന്ന് വൃത്തിയായിട്ട് എഴുതി തരാം. ഒരു മിനിറ്റ്. സോ എന്താണ് ഹോമിയോസ്റ്റാസിസ് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയേണ്ടത് എന്താണ്? നെക്സ്റ്റ് പറയേണ്ടത് ഹോമിയോസ്റ്റാസിസ് എൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസ് ഓക്കെ. ഒന്നെന്താണ്? ബ്ലഡിന്റെ pH. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം കേട്ടോ. ടെമ്പറേച്ചർ,
പിന്നെ ഗ്ലൂക്കോസ്, പിന്നെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ്, വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് അല്ലേ, എല്ലാം ആയില്ലേ? ബോഡി ടെമ്പറേച്ചർ, ഗ്ലൂക്കോസ്, ഓക്സിജൻ എല്ലാം ആയി അല്ലേ? ഇതിനെല്ലാം ഒപ്റ്റിമൽ ചെയ്ത് കൊണ്ടുപോവുക അല്ലേ, ഒപ്റ്റിമലാക്കി സ്റ്റേബിളാക്കി കൊണ്ടുപോവുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് പറയാൻ പോകുന്നത്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഹോമിയോസ്റ്റാസിസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെയാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഹോമിയോസ്റ്റാസിസ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം കൊണ്ട് വെച്ചാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്സ് എന്ന് പറയും. എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്സ് എന്ന് പറയും. ഇതിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്? നമുക്കിവിടെ നെഗറ്റീവ് ഫീഡ്ബാക്കും പഠിക്കാനുണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്കും പഠിക്കാനുണ്ട്. നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. സോ എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്? നെഗറ്റീവ് ഫീഡ്ബാക്ക് കോമൺ ആണ്, നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് നമ്മളെ ബോഡി നടക്കുന്ന ഒരു സംഭവമാണ്. എന്താണ്? ഒരു കോമൺ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ആര്? നെഗറ്റീവ്. പോസിറ്റീവ് ആണെങ്കിലോ, ഞാൻ പോസിറ്റീവ് പറയുന്നതിന് മുന്നേ നമുക്ക് നെഗറ്റീവ് ഫുൾ പറയാം. സോ ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ റിവേഴ്സിലാണ് ആര് വർക്ക് ചെയ്യുക? നെഗറ്റീവ് ഫീഡ്ബാക്കിൽ വർക്ക് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം ദാമുവിനെ സംബന്ധിച്ച് ദാമുവിന്റെ നോർമൽ ബോഡി ഫംഗ്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പുറത്ത് ബോഡി ടെമ്പറേച്ചറിനേക്കാൾ ടെമ്പറേച്ചർ കൂടുവാണ്. അപ്പൊ ബോഡിയിൽ നോർമലി ഉണ്ടാകുന്ന ബോഡിയിൽ മാറ്റങ്ങൾ വരുത്തുവാണ് ചെയ്യുക അല്ലെ? ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ഒന്നും കൂടെ പറയാം. ദാമുനിപ്പുണ്ട്, പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പൊ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ ചൂട് കൂടി ബോഡി തണുപ്പിക്കണമെങ്കിൽ ഇത് ബോഡിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു അല്ലെ? അപ്പം അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ, ഇനി എങ്ങനെയാന്ന് പറയാം. നെഗറ്റീവ് ഫീഡ്ബാക്ക് കോമൺ ആണെന്ന് പറഞ്ഞു. വർക്ക്സ് ടു റിവേഴ്സ് എ ചേഞ്ച്, അതാണ് ടേം. വർക്ക്സ് ടു റിവേഴ്സ് എ ചേഞ്ച്. ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ചിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, റിവേഴ്സ്. അപ്പം പുറത്തെ ടെമ്പറേച്ചർ കൂടുതൽ നമ്മളെ ബോഡി ഭയങ്കരമായിട്ട് ചൂട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചൂട് കൂടി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കൊണ്ടുവരാണ് ചെയ്യണം. ഒന്നും കൂടെ പറയാം. നമ്മളെ പുറത്ത് ദാമുവിന്റെ വീടിന്റെ പുറത്ത് ഭയങ്കര ചൂടായി, അത് കാരണം ദാമുവിന്റെ ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങി? ഭയങ്കരമായിട്ട് ചൂട് കൂടാൻ തുടങ്ങി. അപ്പൊ വേർത്ത് തുടങ്ങി അല്ലെ? അപ്പം നമ്മളെ ബോഡിയിൽ ഒരു എന്ത് ചെയ്തു? ബോഡി ടെമ്പറേച്ചർ കൂടിയതുകൊണ്ട് ആ ചേഞ്ചിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരണം പറ്റണം അല്ലെ? അപ്പൊ ഈ ബോഡി ടെമ്പറേച്ചർ റൈസ്, സ്വെറ്റ് ഗ്ലാൻഡ് ആർ ആക്ടിവേറ്റഡ് ടു കൂൾ ഇറ്റ് ഡൗൺ. അതായത് നമ്മളെ ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്വെറ്റ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ആയി കുറയ്ക്കുവാണ് ചെയ്യുക. ഇപ്പൊ ഗ്ലൂക്കോസ് ഇപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? ഗ്ലൂക്കോസ് കൂടും. ഇപ്പം ഞാൻ പറയുവാണ്, എക്സാമ്പിൾ സ്വെറ്റ്, പിന്നുള്ളത് ഗ്ലൂക്കോസ്. നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ബോഡിയിൽ ഒരുപാട് ഗ്ലൂക്കോസ് കൂടും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഇൻസുലിൻ, നമ്മളെ ബോഡിയിലെ ഇൻസുലിൻ കുറച്ച് കൊണ്ടുവരാണ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഇത് നമ്മുടെ ചേഞ്ചിനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുക, റിവേഴ്സ് ചെയ്യില്ല. ഇവിടെ എന്ത് ചെയ്യില്ല? റിവേഴ്സ് ചെയ്യില്ല, പകരം എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യും. എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യുന്നു, കൂട്ടുവാണ് ചെയ്യുക. അതായത് കോമൺലി ചില സ്പെസിഫിക് കണ്ടീഷനിൽ മാത്രമാണ് ചെയ്യേണ്ടാവുക. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇത് യൂട്രസ് ആണെന്ന് വിചാരിച്ചോളാം. ഒന്ന് പടം വരയ്ക്കട്ടെ, ഒരു മിനിറ്റ്. എൻ്റെ ഇൻഫണ്ടിബുലൊക്കെ എന്തെല്ലോ ഒക്കെ പോലെ ഇരിക്കുവാണ്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇതിനകത്തൊരു കുഞ്ഞുണ്ടെന്ന് വെച്ചോളാം. ഈ കുഞ്ഞിനെ പുറത്തേക്ക് എജക്റ്റ് ചെയ്യണമെങ്കിൽ ആരുണ്ടാവണം? ഓക്സിറ്റോസിൻ ഉണ്ടാകണം. ആരുണ്ടാകണം? ഓക്സിറ്റോസിൻ ഉണ്ടാകണം. ഈ ഓക്സിറ്റോസിൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഇവിടെ ഉണ്ടാവുന്ന യൂട്രസിൽ കംപ്രഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കുഞ്ഞ് എജക്റ്റായി വരുവാണ് ചെയ്യുക. ഇതാണ് നോർമൽ പ്രൊസീജിയർ. അപ്പോൾ നമ്മളെ ബോഡിയിൽ ഒരു 20 ml ഓക്സിറ്റോസിൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ റിവേഴ്സ് ചെയ്യാതെ എൻഹാൻസ് ചെയ്യുന്ന ഈ ഒരു പോസിറ്റീവ് മെത്തേഡ് കാരണം അതെന്ത് ചെയ്യുന്നു? ഒരു 40 ml ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മളെ ബോഡിയിൽ നിന്ന് എജക്റ്റ് ആവുകയാണ് ചെയ്യുക. അപ്പം ഇതുപോലെ ചൈൽഡ് ബർത്തിൽ ഓക്സിറ്റോസിന്റെ റിലീസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു യൂട്രൈൻ കൺട്രാക്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഓക്സിറ്റോസിന്റെ റിലീസ് കൂട്ടിക്കൊണ്ടുവരാണ് ചെയ്യുക. ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് സ്പെസിഫിക് ആണ്. ഇതുപോലെ 20 ml 40 ml ഒന്നും ആക്കാൻ പറ്റില്ല. പക്ഷെ ഓക്സിറ്റോസിൻ റിലീസ് കാരണം എന്ത് ചെയ്യും? നമുക്ക് ഒരു കൺട്രാക്ഷൻ ഉണ്ടാവുകയും പുറത്തേക്ക് എജക്റ്റ് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നത് അയ്യോ ബിഗ് ബ്രോ അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെയാണ് എന്നൊരിക്കലും വിചാരിക്കരുത്. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി എക്സാമ്പിൾ ഓഫ് ഹോമിയോസ്റ്റാസിസ് പ്രോസസ്. ഇനി എന്തൊക്കെ എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എക്സാമ്പിൾ ഫസ്റ്റ് വൺ ഈസ്
തെർമോ റെഗുലേഷൻ. എന്താണ് തെർമോ റെഗുലേഷൻ? ഇതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എന്തെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്വെറ്റ് ഗ്ലാൻഡ് വരികയും അങ്ങനെ ബ്ലഡ് വെസൽസും അല്ലെങ്കിൽ ഹൈപ്പോതലാമസും ഒക്കെ ആക്ട് ചെയ്തിട്ട് നമ്മളെ ബോഡീൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബ്ലഡ് ഗ്ലൂക്കോസ് റെഗുലേഷൻ. പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ ഇൻസുലിൻ ആണെങ്കിൽ അധികമായിട്ടുണ്ടാവുന്ന ഗ്ലൂക്കോസിനെ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. അത് ഇൻസുലിനും ഗ്ലൂക്കോജനും പാങ്ക്രിയാസിലുണ്ടാകുന്ന ഇൻസുലിനും എഴുതാട്ടോ. ഇൻസുലിനും ഗ്ലൂക്കോജൻ അല്ല ഗ്ലൂക്കോൺ ആണ്. ഗ്ലൂക്കോൺ നിന്ന് പാങ്ക്രിയാസിൽ ഉണ്ടാവും. അത് നമ്മളിൽ നിന്ന് നമ്മുടെ എനർജി ആവശ്യത്തിന് എടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. അധികം ഹൈപ്പോ ആവാതെയും അല്ലെങ്കിൽ അധികം ഹൈപ്പർ ആവാതെയും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി ഓസ്മോ റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്മോ റെഗുലേഷൻ നമ്മുടെ ബോഡിയിലെ വെള്ളവും സാൾട്ടിനെ ബാലൻസ് ചെയ്യുന്ന ആളാരാണ്? ഓസ്മോ റെഗുലേഷൻ ആണ്. അവിടെ കൺട്രോൾ ചെയ്യുന്ന കിഡ്നിയിൽ അല്ലെങ്കിൽ ഹോർമോൺസിലേക്ക് ADH ഒക്കെയാണ്. ADH ഒക്കെ ഒരുപാട് കൺട്രോൾ ചെയ്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് pH ബാലൻസ് ആണ്. ഇവിടെ നമുക്ക് ഒരു ബഫർ സിസ്റ്റം, നമ്മുടെ ബോഡിയിൽ എപ്പോഴും നമുക്കൊരു ബഫർ സിസ്റ്റം ഉണ്ട്. എന്തുണ്ട്? ബഫർ സിസ്റ്റം ഉണ്ട്. ഈ ബഫർ സിസ്റ്റം നമുക്ക് നമ്മളെ ബോഡിയിൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ H+ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മളെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാനുണ്ട്. ഇപ്പം അധികം ഇത്രയ്ക്ക് പഠിക്കില്ല, മനസ്സിലാക്കി മാത്രം പോയാൽ മതി. പിന്നുള്ളത് റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെ ബോഡിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുക, ഓക്സിജനെ ഇൻടേക്ക് എടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് പുറത്തേക്ക് കളഞ്ഞ് നമുക്ക് ലങ്സ് റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എക്സാമ്പിൾ തെർമോ റെഗുലേഷൻ, ബ്ലഡ് ഗ്ലൂക്കോസ്, ഓസ്മോ റെഗുലേഷൻ, pH ബഫർ സിസ്റ്റം ആൻഡ് റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെയാണ്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹോമിയോസ്റ്റാസിസ് കൺട്രോൾ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. സോ ഞാനിതൊന്ന് മായ്ക്കുവാണ്, ഇത് മാത്രം. ഇവിടെ എക്സാമ്പിൾ ഓക്സിറ്റോസിൻ. ഓക്കെ, സോ ഇനി നമ്മൾ പറയുന്ന കമ്പോണൻസ് ആണ് കേട്ടോ. എന്തൊക്കെ കമ്പോണൻസ് ആണ് എന്തിലുള്ളത്? ഹോമിയോസ്റ്റാസിലുള്ളതെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തൊക്കെയാ വെച്ചാൽ ഒരു റിസപ്റ്റർ ഉണ്ട്. റിസപ്റ്റർ അതായത് നമ്മൾ സെൻസർ എന്നും പറയാറുണ്ട്. എന്താണ് സെൻസർ എന്നും പറയാറുണ്ട്. പിന്നെ ഒരു കൺട്രോൾ സെന്റർ ഉണ്ടാവാറുണ്ട്. എന്താണ്? കൺട്രോൾ സെന്റർ ഉണ്ടാവാറുണ്ട്. പിന്നെ ഉള്ളത് ആരാണ്? എഫക്റ്റർ. ഓക്കെ, റിസപ്റ്റർ എന്ന് പറയുന്നത് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഡിറ്റക്ട്സ് ദ ചേഞ്ച്. എന്തെങ്കിലും പുറത്ത് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുന്നതാണ് റിസപ്റ്റർ ആയിരിക്കും. കൺട്രോൾ ആണെങ്കിലും ഇവിടെ നമുക്ക് യൂഷ്വലി വരുന്നത് ബ്രെയിൻ വയറുണ്ട്. ബ്രെയിൻ, പിന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഒക്കെയാണ് വരിക. നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് സിഗ്നൽ ആണ് കിട്ടിയത് അതനുസരിച്ച് ബ്രെയിന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എഫക്റ്റർ ആണ്. അത് ഉദ്ദേശിക്കുന്നത് എന്ത് കൈൻഡ് ഓഫ് കറക്റ്റീവ് ആക്ടിവിറ്റി അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മസിലാണോ വേണ്ടത്, അതോ ഗ്ലാൻഡിലാണോ വേണ്ടത്, അങ്ങനെയുള്ള കറക്റ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കണം എന്നുള്ളത് അവിടെയാണ് തീരുമാനിക്കുക. എളുപ്പമല്ലേ? മനസ്സിലായില്ലേ? അപ്പം 3 കാര്യങ്ങൾ: റിസപ്റ്റർ, കൺട്രോൾ സെന്റർ, എഫക്റ്റർ. ഇത്രയും കാര്യങ്ങളുള്ളത്. നമുക്ക് ഈ നോട്ടിലേക്ക് നോക്കിയാലോ. ഹോമിയോസിസ് എന്താണ്? സോ ഇസ് എ പ്രോസസ് ബൈ വിച്ച് ദ ബോഡി മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ ഇന്റേണൽ എൻവയോൺമെന്റ് ഡെസ്പൈറ്റ് എക്സ്റ്റേണൽ ചേഞ്ച്. ഞാൻ പറഞ്ഞതുപോലെ അത് നമുക്ക് പുറത്തൊരു ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്റേണൽ എൻവയോൺമെന്റ് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടാവുക. നമുക്ക് പ്രോപ്പർ ഫംഗ്ഷനിങ് അത്യാവശ്യമാണ്. ഓർഗൻസ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് അത്യാവശ്യമാണ്. കേട്ടോ, വാൾട്ടർ കാനോൺ പറഞ്ഞത് കേട്ടോ. സോ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ആണ്. ഈ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബോഡി ടെമ്പറേച്ചർ, pH, ഗ്ലൂക്കോസ്, ഓക്സിജൻ. നിങ്ങൾക്ക് ഈ വാല്യൂസ് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. ഈ പാരാമീറ്റേഴ്സ് ജസ്റ്റ് എന്താണെന്നുള്ളത് മാത്രമെങ്കിലും അറ്റ്ലീസ്റ്റ് പറഞ്ഞു വെക്കാം. നമുക്ക് നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, അത് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് മെക്കാനിസം ഓഫ് ഹോമിയോസ്റ്റാസിസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് എന്തുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. കൂടുതൽ നെഗറ്റീവ് ആണ് നമ്മളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളെ എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട് നമ്മളെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഇപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തിരിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഈ പടം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും പഠിച്ചേ പറ്റൂ.
പിന്നെ പോസിറ്റീവ് ആണെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ യൂട്രസിനെ കൺട്രാക്ഷന് വേണ്ടി ഓക്സിറ്റോസിനെ പ്രൊഡ്യൂസ് ചെയ്യും, ചൈൽഡ് ബർത്തിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എന്തായാലും ചോദിക്കും ചിലപ്പോൾ, ചില സമയങ്ങളിൽ ഈ മെക്കാനിസം ഓഫ് ഹോമിയോസിസ് മാത്രം ചോദിക്കും. അപ്പൊ നമുക്ക് ഇത്രയും നമ്മുടെ മൈൻഡ് ഇത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പടം കൂടെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും, നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് കുറച്ചും കൂടെ അധികം മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് വരയ്ക്കാതെ ഇരിക്കരുത്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതും നമ്മുടെ ഈ ഒരു ബോഡി ബോഡി ടെമ്പറേച്ചർ ഫെയിൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ആവുകയും ഹീറ്റ് റീറ്റെയിൻ ചെയ്യും. അപ്പൊ ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കാം. ഇനി ഹോമിയോസിസിന്റെ എക്സാമ്പിൾസ് ആണ്. ഇത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തെർമോ റെഗുലേഷൻ, ബ്ലഡ് ഗ്ലൂക്കോസ് റെഗുലേഷൻ, ഓസ്മോ റെഗുലേഷൻ, pH ബാലൻസ്. ഇവിടെ ഓസ്മോ റെഗുലേഷൻ ADH ഹോർമോൺ ആണ്, അത് മറന്നു പോയത്. ADH വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ബേസിക്കലി കിഡ്നിയാണ് നമ്മൾ ഹോമിയോസിസിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഹോർമോൺസിലേക്ക് ADHും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മറന്നു പോകരുത്. ആൻഡ് pH ബാലൻസ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവലും H+ എക്സ്ക്രീഷനും ഒക്കെയാണ്. അതും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കാം കേട്ടോ. ഇത് കൺട്രോളറാണ്. ഞാൻ പറഞ്ഞു റിസപ്റ്റർ ഉണ്ട്, കൺട്രോൾ സെന്റർ ഉണ്ട്, എഫക്ടർ ഉണ്ട്. റിസപ്റ്ററിൽ സെൻസേഴ്സ് ആണ്, കൺട്രോൾ സെന്റേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു സിഗ്നൽസും ഒക്കെ റെസ്പോൺസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ്. എഫക്ടേഴ്സ് ആണെങ്കിൽ എന്താണ് കറക്റ്റീവ് ആക്ഷൻ എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. സോ കൺക്ലൂഷൻ പറയണ്ടല്ലോ, വായിച്ചു നോക്കുക. സോ ഇവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഈ ഒരു കൺക്ലൂഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. വെള്ളം കുടിക്കേണ്ടത് വെള്ളം കുടിക്കാം. So, question നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡിഫൈൻ ഹോമിയോസ്റ്റാസിസ്, എക്സ്പ്ലെയിൻ ദ മെക്കാനിസം വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 10 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ഇത്രയും അങ്ങ് വാരി കോരി അങ്ങ് എഴുതുക. ഇത്രയും ഹോമിയോസിസ് എന്തൊക്കെയാണ്, മെക്കാനിസം എന്തൊക്കെയാണ്, എക്സാമ്പിൾ എന്തൊക്കെയാണ്, കൺട്രോൾ സിസ്റ്റം എന്തൊക്കെയാണ് എഴുതുക. ഡിഫറൻസ് ബിറ്റ്വീൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഇൻവോൾവ് ഇൻ ഹോമിയോസ്റ്റാസിസ്, ഗീവ് എക്സാമ്പിൾ. സോ മിക്കവാറും ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. നെഗറ്റീവ് എന്താണ്, പോസിറ്റീവ് എന്താണ്. നെഗറ്റീവും പോസിറ്റീവും അധികം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. കുറച്ച് നമുക്കുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം എക്സാമ്പിളും കൂടെ കൊടുക്കുക. ഇവിടെ എക്സാമ്പിൾ ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ നിങ്ങൾ 2-3 എക്സാമ്പിൾ അങ്ങ് എഴുതി വെക്കുക. പിന്നെ 3 ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് റെഗുലേറ്റഡ് ബൈ ഹോമിയോസിസ്. 3 മാർക്കിനും 5 മാർക്കിനും ചോദിക്കുന്നതാണ്. സോ നമുക്കിവിടെ ഓൾറെഡി പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട്. ഇവിടെ ഇത്രയും പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട്. ആ പാരാമീറ്റേഴ്സിൽ പറയുന്ന വാല്യൂസ് എഴുതണം എന്നുള്ളത് കൂടെയാണ്. പക്ഷെ നമുക്ക് വാല്യൂസ് വേണം നിർബന്ധമില്ല. പക്ഷെ പറ്റുന്നതൊക്കെ പഠിച്ചു വെക്കുക. കാര്യം നമ്മുടെ നോർമൽ വാല്യൂസ് നമുക്ക് അങ്ങോട്ട് പോകുമ്പം ഒരുപാട് യൂസ്ഫുൾ വരുന്ന വാല്യൂസ് ആണ്. അതുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല, പഠിച്ചു തന്നെ പോവാം. ഇനി ഫൈനൽ ടോപ്പിക്. ഇവിടെ നമുക്ക് എഴുതാനോ പറയാനോ ഒന്നുമില്ല. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുവോ അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുവോ എന്താ ചെയ്യുക. ബിക്കോസ് നമുക്കതിൽ ചെയ്യാനൊന്നുമില്ല. അനാട്ടമിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് നമ്മളൊരു ലൊക്കേഷനെയോ അല്ലെങ്കിൽ ഒരു പൊസിഷനെയോ അല്ലെങ്കിൽ ഒരു ഡിറക്ഷനെയോ ഒരു പ്ലെയിനെയോ പറയുന്നതാണ് കേട്ടോ. ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ നമ്മളിത് എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുവാണ് ചെയ്യേണ്ടാവുക. ഓക്കെ, 1 മിനിറ്റ്. ഈ വര വരച്ചത് ശരിയായില്ല. സോ ഹൈലൈറ്റർ എടുക്കാം എന്ന് വിചാരിക്കും. 1 മിനിറ്റ്. സോ ഞാൻ പറഞ്ഞതുപോലെ ടെർമിനോളജി ഉദ്ദേശിക്കുന്നത് ലൊക്കേഷൻ, പൊസിഷൻ, ഡിറക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വരെ മെഡിക്കൽ സ്റ്റുഡൻസിനും പ്രൊഫഷണൽസ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾനെസ് വരും. അനാട്ടമിക്കൽ പൊസിഷൻ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അനാട്ടമിക്കൽ ടെർമിനോളജി ഉണ്ട്. അതായത് ബോഡി നിൽക്കുവാണോ, സ്റ്റാൻഡിങ് അപ്രൈറ്റ് ആണോ, ഫേസിങ് ഫോർവേഡ് ആണോ, ആം സൈഡ് ആണോ, പാം ഫേസിങ് ഫോർവേഡ് ആണോ, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അനാട്ടമിക്കൽ പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ നേരെ നിൽക്കുവാണോ, നമ്മുടെ മുമ്പിലേക്ക് ഫേസ് ചെയ്യുന്നുണ്ടോ, ആം സൈഡിലാണോ, അല്ലെങ്കിൽ പാം ഫേസ് ചെയ്ത് നിൽപ്പുണ്ടോ, നേരെ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ മനുഷ്യൻ കൈ നേരെ ഫേസ് ചെയ്താ വെച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, പാം ഫേസിങ് ഫോർവേഡ് ആണ്, അല്ലെ ഇത് പുറത്തേക്ക് തള്ളിയാ വെച്ചിട്ടുള്ളത്. ചില ആൾക്കാർ തിരിച്ച് മറിച്ചും വെക്കലുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് അറിയാൻ വേണ്ടി ബോഡീന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഈ ടേമുകൾ കാണാതെ പഠിക്കുകയോ മനസ്സിലാക്കി പഠിക്കുക വെക്കുക. നമുക്കിതൊരു ബോഡീന്റെ പൊസിഷൻ എങ്ങനെയാണ്, അത് ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കി തരുന്ന പോയിന്റുകളാണ്. സോ ഫസ്റ്റ് വൺ ഈസ് സുപ്പീരിയർ അല്ലെങ്കിൽ ക്രെയിനിൽ അല്ലെങ്കിൽ എബോവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ ഹെഡ് ഈസ് സുപ്പീരിയർ ടു ചെസ്റ്റ്.
തല എന്ന് പറയുന്നത് ചെസ്റ്റ് തൊട്ട് മേലെയാണ് എന്ന് ഉദ്ദേശിക്കുന്ന പോലെ. അതാണ് സുപ്പീരിയർ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ക്രേനിയൽ. നെക്സ്റ്റ് വൺ ഈസ് ഇൻഫീരിയർ ആണ്. സോ ക്വാഡൽ എന്ന് പറയും, അത് ബിലോ എന്നാണ് പറയാ. 1 minute, ബിലോ എന്നാണ് പറയാ. സ്റ്റൊമക് ഈസ് ഇൻഫീരിയർ ടു ദ ഹാർട്ട്, ഹാർട്ടിന് താഴെയാണ് സ്റ്റൊമക് വരുന്നത് അല്ലെ. നെക്സ്റ്റ് വൺ ഈസ് ആന്റിയർ, വെൻട്രൽ എന്ന് പറയും, ഫ്രണ്ട്. നമ്മുടെ ദ നോസ് ഈസ് ആന്റിയർ ടു ബ്രെയിൻ, ബ്രെയിനിന് ഫ്രണ്ടിലോട്ടാണ് ആര് വരിക, നമ്മുടെ നോസ് വരിക. സോ ദാറ്റ് ഈസ് വെൻട്രൽ. നെക്സ്റ്റ് വൺ ഈസ് പോസ്റ്റിയർ, ഡോർസൽ എന്ന് പറയും, ബാക്കിലാണെന്ന് പറയും. ദ സ്പൈൻ ഈസ് പോസ്റ്റിയർ ടു ദ ലങ്സ്, ലങ്സിന് ഇപ്പൊ ലങ്സ് ഇങ്ങനെയാണ് ഇരിപ്പുണ്ടെങ്കിൽ ലങ്സിന്റെ ബാക്കിലല്ലേ നമ്മുടെ സ്പൈൻ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് മീഡിയൽ ടുവാർഡ് ദ മിഡ് ലൈൻ, നമ്മുടെ നടുക്ക് കൂടെ. ഹാർട്ട് ഈസ് ദ മീഡിയൽ ടു ദ ലങ്സ് അല്ലെ, നമ്മുടെ ലങ്സിന്റെ മീഡിയലാണ് ഹാർട്ട് പോകുന്നത്. ലാറ്ററൽ എവേ ഫ്രം ദ മിഡ് ലൈൻ, മിഡ് ലൈനിന് ദൂരെ. നമ്മുടെ ഇയർ നോക്കുവാണെങ്കിൽ ദ ഇയേഴ്സ് ആർ ലാറ്ററൽ ടു ദ നോസ്, നോസിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ചെവി ഉള്ളത്. പ്രോക്സിമൽ ക്ലോസ് ടു ദ പോയിന്റ് ഓഫ് അറ്റാച്ച്, നമ്മൾ അറ്റാച്ച് നിന്ന് ദൂരെ. ദ ഷോൾഡർ ഈസ് പ്രോക്സിമൽ ടു ദ റിസ്റ്റ്, നമ്മുടെ റിസ്റ്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഷോൾഡർ എന്താണ്, പ്രോക്സിമൽ ആണ്. പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് എന്താണ്, ക്ലോസ് ടു ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്. അതിപ്പോ എക്സാമ്പിൾ നമ്മുടെ ഷോൾഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസ്റ്റ് കൊണ്ടുവരാൻ പറ്റില്ലേ, പറ്റുമോ, അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ? സോ ക്ലോസ് ടു ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്, ദ ഷോൾഡർ ഈസ് പ്രോക്സിമൽ ടു ദ റിസ്റ്റ് അല്ലെ. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്റ്റൽ ആണ്, ഫാർ ഫ്രം ദ അറ്റാച്ച്മെന്റ്, അറ്റാച്ച്മെന്റ് ദൂരെ എന്ന് ഉദ്ദേശിക്കുന്നു. സൂപ്പർഫിഷ്യൽ ആണെങ്കിലോ പുറത്ത്, സ്കിന്ന് സൂപ്പർഫിഷ്യലിന്റെ, സ്കിന്നിന്റെ പുറത്ത് എന്താണെന്നുള്ളത്. ഡീപ്പ് ആണെങ്കിൽ അകത്തേക്ക്. അപ്പൊ ഇങ്ങനെ കുറച്ച് ടേംസുകളാണ്, അത് നിങ്ങൾക്ക് തന്നെ പഠിക്കാന്നുള്ളതാണ്. നമ്മൾ അധികം അതിനെ എംഫസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറില്ല. ഇൻ കേസ് ചോദിച്ചാൽ നമ്മൾ എഴുതിയേ പറ്റുള്ളൂ, അതുകൊണ്ട് പഠിക്കാം. ഇനി ബോഡി പ്ലെയിൻസും സെക്ഷൻസും ആണ്. അവിടെ സജിറ്റൽ പ്ലെയിൻ, ഫ്രോണ്ടൽ പ്ലെയിൻ, ട്രാൻസ്വേഴ്സ് പ്ലെയിൻ, ഒബ്ലിക്യു പ്ലെയിൻ. സോ സജിറ്റൽ ആണെങ്കിലോ ബോഡി നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇഫ് എക്സാക്ട്ലി അറ്റ് മിഡ് ലൈൻ ഇറ്റ് ഈസ് കോൾഡ് ദ മിഡ് സജിറ്റൽ പ്ലാൻ. നമ്മൾ ഇപ്പൊ നമ്മളെ ബോഡി ഇങ്ങനെ എടുക്കുവാണെങ്കിൽ, തല ബോഡി ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് മിഡ് ലൈൻ ആയിട്ട് പറ്റും അല്ലെ. സോ ഈ ഒരു മിഡ് ലൈനാണ് നമ്മൾ എന്ത് പറയാ, മിഡ് സജിറ്റൽ പ്ലെയിൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇസ് ഫ്രോണ്ടൽ ആണ്. സോ ഡിവൈഡ് ദ ബോഡി ഇൻറ്റു ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ, ആന്റീരിയറും പോസ്റ്റീരിയറും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അതിന് ട്രാൻസ്വേഴ്സ് ആണ്, ഡിവൈഡ് ദ ബോഡി ഇൻറ്റു ടോപ്പ് ആൻഡ് ഇൻഫീരിയർ, ടോപ്പ് പോർഷനും ബോട്ടം പോർഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഒബ്ലിക് പ്ലെയിൻ ആണ്, കട്ട് ദ ബോഡി അറ്റ് എനി ആംഗിൾ നോട്ട് പാരലൽ ടു അതർ പ്ലെയിൻ, നമ്മൾ ഏതെങ്കിലും ആംഗിളിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എളുപ്പമാണ്, ഒന്നുമില്ല. സജിറ്റലാണെങ്കിൽ രണ്ട് പോർഷൻ, ഫ്രോണ്ടിലാണെങ്കിൽ എന്താണ്, ആന്റിയർ പോസ്റ്റീരിയർ, ഫ്രണ്ട് ബാക്ക്. ഇപ്പം നമുക്ക് 3D അത് വരയ്ക്കാൻ പറ്റില്ല. ആക്ച്വലി ആ പിക്ചർ കാണുവാണെങ്കിൽ കാണാം, കണ്ടോ, ഇതിൽ ഫ്രോണ്ടിലുണ്ട്, നമ്മൾ പകുതി വെച്ചിട്ട് മുറിക്കുവാണ് ചെയ്യുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലാവും. പിക്ചർ ഉണ്ട് കേട്ടോ, നിങ്ങൾ നോക്കിയാൽ മതി. ഒബ്ലീഗ് ആണെങ്കിൽ ഏത് ആംഗിളിൽ വെച്ച് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇത് ഒബ്ലീഗ് കാണുന്നില്ല, ഒബ്ലീഗ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ, ഇല്ല, ഒബ്ലീഗ് ഇല്ല. സോ ഏത് ആംഗിളിൽ വെച്ച് കട്ട് ചെയ്യാം. ഇനി ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റി എന്താ, നമ്മളെ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. സോ ബോഡി ക്യാവിറ്റി ആർ സ്പേസ് വിത്തിൻ ദ ബോഡി ദാറ്റ് പ്രൊട്ടക്ട് ഓർഗൻ ദാറ്റ് അലോ ടു ചേഞ്ച് ഷേപ്പ്. ഇപ്പൊ എക്സാമ്പിൾ തന്നെ നമുക്ക് ഡോർസൽ ക്യാവിറ്റി ഉണ്ട്, വെൻട്രൽ ക്യാവിറ്റി ഉണ്ട്. ക്യാവിറ്റീസ് തന്നെ നമുക്ക് എന്തുണ്ട്, 2 ടൈപ്പിലുണ്ട്. അപ്പം ഓൾറെഡി ഞാൻ പ്ലെയിനും ഷേപ്പും എല്ലാം പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് വ്യത്യാസം അല്ലെങ്കിൽ മനസ്സിലായ വായിക ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്ന ബോഡി ക്യാവിറ്റിയിലാണ്. ബോഡി ക്യാവിറ്റി ഇപ്പൊ ചെവിൻ്റെ ഇടയിൽ നമുക്ക് ക്യാവിറ്റി ഉണ്ട് അല്ലെ. സോ ആ ഒരു സ്പേസ് ഡോർസിലും ഉണ്ട്, വെൻട്രലും ഉണ്ട്. ഡോർസൽ ക്യാവിറ്റി ആണെങ്കിൽ ക്രേനിയൽ ക്യാവിറ്റി കണ്ടെയ്ൻ ദ ബ്രെയിൻ ഇരിക്കുന്നത് ക്രേനിയൽ ക്യാവിറ്റിക്ക് അകത്താണ്. ഇനി വെർട്ടിബിൾ ക്യാവിറ്റി കണ്ടെയ്ൻ ദ സ്പൈനൽ കോഡ്. വെർട്ടിബിൾ ക്യാവിറ്റിക്ക് സ്പൈനൽ കോഡ് ഉണ്ട്. എന്തിനു വേണ്ടിയാ, അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം സ്പൈനൽ കോഡിനെ സ്പൈനൽ ക്യാവിറ്റിക്കകത്തുള്ളത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് പൊട്ടിപ്പോയാൽ തീർന്നു. ഇനി വെൻട്രൽ ക്യാവിറ്റി ആണെങ്കിലോ തൊറാസിക് ക്യാവിറ്റി കണ്ടെയ്ൻ ഹാർട്ട് ആൻഡ് ലങ്സ്. നമ്മുടെ തൊറാസിക് ക്യാവിറ്റി, നമ്മുടെ ഇങ്ങനെ തൊറാസിക് ക്യാവിറ്റിക്കകത്താണ് എന്തുള്ളത്, ഹാർട്ടും ലങ്സും ഉള്ളത് അല്ലെ. ഇനി അബ്ഡോമൽ പെൽവിക് ക്യാവിറ്റി കണ്ടെയ്ൻ ഡൈജസ്റ്റീവ് ഓർഗൻ, യൂറിനറി ബ്ലാഡർ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെ. സോ ഈ 2 ടൈപ്പ് ബോഡി ക്യാവിറ്റിയാണ് നമുക്കുള്ളത്. എന്താണ്, ഡോർസൽ ക്യാവിറ്റി, വെൻട്രൽ ക്യാവിറ്റി. ഇനി റീജിയൽ ടേം ആണ്, ഇത് പറ്റുന്നവർ പഠിച്ചു വെക്കുക, എല്ലാവരും ഒന്നും പഠിക്കാൻ ഞാൻ പറയില്ല. സോ എളുപ്പമാണ്. സെഫാലിക് ഹെഡ്, സെർവിക്കൽ നെക്ക്, തൊറാസിക് ചെസ്റ്റ്, അബ്ഡമൻ തന്നെയാണ്, പെൽവിക് പെൽവിസ്, ബ്രെയിന് ബ്രാഞ്ചിയൽ ആം, ഫ്യൂമറൽ ടൈറ്റ്, കാർപ്പൽ റിസ്റ്റ് ആൻഡ് ടാഴ്സൽ ആംഗിൾ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളെ കൈയിന്റെ വിരലുകളില്ലേ, നമ്മൾ അതിനെ ഡിജിറ്റ് എന്ന് പറയുന്നുണ്ട്. ഡിജിറ്റൻസിൽ 5 എന്നാ പറയാം. നമ്മുടെ എത്ര ഫിംഗേഴ്സ് ഉണ്ട്, അതൊക്കെ ഭയങ്കര അനാട്ടമിയാണ്, മെഡിക്കൽ അനാട്ടമിയാണ്. ആക്ച്വലി നമ്മൾ MBBS പഠിക്കുന്ന അനാട്ടമിയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല, ഭയങ്കര പാടാണ്. ഇത് നമുക്ക് ഇതുപോലെ പോലും അല്ല, നമുക്ക് പിന്നെയും കുറച്ചും കൂടെ ഒരു കൺക്ലൂഷൻ ഉണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഈ പിക്ചറിലുണ്ട്.
ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമാണ് ഈ പിക്ചർ നല്ലതുപോലെ സൂം ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആക്ച്വൽ ഐഡിയ മനസ്സിലാവും, എന്താണ് എങ്ങനെയാണെന്നുള്ളത് തന്നെ ഐഡിയ മനസ്സിലാവും. ഇവിടെ നോക്കിയേ, കണ്ടോ, സൂപ്പർഫിഷ്യൽ, നിയർ ടു സർഫസ്, കണ്ടോ കാണിക്കുന്നുണ്ട്. പിന്നെ ക്രെയിനിൽ എങ്ങനെ, പാം എങ്ങനെ, ഡോഴ്സൽ എങ്ങനെ, ഇന്റർമീഡിയറ്റ് എങ്ങനെ, ഡീപ്പ് എങ്ങനെ, കണ്ടോ, മീഡിയൻ, ലാറ്ററൽ. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് പഠിക്കാമെന്നുണ്ടെങ്കിൽ ഡോഴ്സൽ, സോൾസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതൊക്കെ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സോ ഈസി ഫോർ യു. കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലാവും, എന്താണ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ആകെപ്പാട് ഹോമിയോസ്റ്റാസിസ് എന്താണെന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതാണ് ഈ മിക്കവാറും ചോദ്യങ്ങൾ എപ്പോഴും കാണാറുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര എളുപ്പമാണ്, അത്ര വലിയ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വന്ന് കണ്ടിട്ടില്ല ഈ ഒരു ചാപ്റ്ററിന്. പക്ഷേ ഇതൊരു ബേസിക് ഐഡിയ തരുന്നത്, നമുക്ക് എന്താണ് ഹ്യൂമൻ അനാട്ടമി, എന്താണ് ഫിസിയോളജി എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ചാപ്റ്ററാണ്. ഒരു ലോങ് ഡ്യൂറേഷൻ ഓഫ് ചാപ്റ്റർ തന്നെയാണ്, അതുകൊണ്ട് അത്രയും നമുക്ക് പഠിക്കാനും ഉണ്ട്. സോ അത് നന്നായിട്ട് പഠിക്കുക. നോട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. ഇതിന്റെ ക്യാപ്സൂൾ വേർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ സപ്ലിമെൻ്ററി ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്, അവർക്ക് നമുക്ക് ക്യാപ്സൂൾ വേർഷൻ ഉണ്ട്. വലിയൊരു എമൗണ്ട് ഒന്നും ആവില്ല, ഒരു കുഞ്ഞ് എമൗണ്ട് നമ്മൾ കൊടുക്കും. നമ്മുടെ മേജർ എയിം പ്രോഫിറ്റബിളി നമ്മൾ കുട്ടികൾക്ക് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു 2000 ഒരു സബ്ജക്റ്റ് മേടിക്കില്ല, അതിനേക്കാൾ പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ അത് മാത്രം നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്, നിയർ ബൈ ഫ്യൂച്ചറിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് നോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആക്കണം എന്നൊക്കെ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. ഈ നോട്ട് ആക്ച്വൽ നോട്ട് നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്, ആപ്പിന് ലിങ്കും കൊടുത്തിരിക്കാം. അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ മെറ്റീരിയൽ കാണാം. പിന്നെ ക്യാപ്സൂൾസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. സപ്ലിമെൻ്ററി ഉള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എളുപ്പമാക്കാനായിട്ട് പറ്റും. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക, നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.